ഹരി ഓം. എല്ലാവർക്കും നമ്മുടെ ഭഗവത്ഗീത പാരായണവും അതിന് അനുബന്ധിച്ച എല്ലാ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സ്പെഷ്യൽ ദിവസമാണ്. എല്ലാ പ്രാവശ്യവും നടക്കുന്ന പോലെ ഓരോരോ ചാപ്റ്റർ കഴിഞ്ഞാൽ ബ്രഹ്മചാരി സുധീർ ചൈതന്യ ജി നമുക്ക് സമ്മറി പറയാറുണ്ട്. ഇന്ന് 9ാമത്തെ ചാപ്റ്ററിന്റെ സമ്മറിയാണ്. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ആളാണ് ബ്രഹ്മചാരി സുധീർ ചൈതന്യ. പക്ഷെ എളുപ്പം ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ വായിക്കാം. ബ്രഹ്മചാരി സുധീർ ചൈതന്യജി മുംബൈ സന്ദീപനി സാധനാലയത്തിൽ നിന്നും ദ്വിവർഷ വേദാന്ത കോഴ്സ് പൂർത്തിയാക്കി കോട്ടയം ചിന്മയ മിഷനിൽ സേവ അനുഷ്ഠിച്ചിരുന്നു. ഇപ്പോൾ എറണാകുളം ചിന്മയ മിഷനിലാണ്. അതിനോടൊപ്പം ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ ചിന്മയ ശങ്കര ഇങ്ങനെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അതിൻ്റെ കോർഡിനേറ്ററാണ്. അതേപോലെ സ്റ്റേറ്റ് ലെവൽ കോർഡിനേറ്റർ യുവകേന്ദ്രയുടെ. ബ്രഹ്മചാരി സുധീർ ചൈതന്യജി നമ്മുടെ എല്ലാവരുടെ പേരിലും സമിതിയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഇന്നത്തെ രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന് പറഞ്ഞ 9ാമത്തെ ചാപ്റ്ററിന്റെ സമ്മറി പറയാനായിട്ട് ക്ഷണിക്കുന്നു. ഹരിയും. ഹരിയോം. ഏവർക്കും നമസ്കാരം. 3 പ്രാവശ്യം ഓംകാരം ചൊല്ലി ശാന്തി മന്ത്രത്തോടുകൂടി തുടങ്ങാം. ഓം 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 സഹനാതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമം വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം സമസ്ത ജന കല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഹരിയോ. ഏവർക്കും നമസ്കാരം. നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ കാണുന്നത്. ഇന്ന് 9ാം അധ്യായമാണ് വിഷയം. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു അധ്യായമാണ്. ഭഗവത്ഗീതയിലെ ഒരു പ്രധാനപ്പെട്ട, എല്ലാ അധ്യായവും പ്രധാനപ്പെട്ടതാണ്, എങ്കിലും വളരെ 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 പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് 9ാം. നമ്മള് കർമ്മകാണ്ഡത്തിനെ പറ്റി, അതായത് മുഖ്യമായിട്ടുള്ളത് എന്താണ്, അത് സ്പിരിച്വൽ കോണ്ടെക്സ്റ്റിൽ വേദമാണ്. അപ്പൊ വേദത്തിനെ തന്നെ 3 രീതിയിൽ നമ്മൾ തിരിച്ചു: കർമ്മകാണ്ഡം, ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം എന്നുള്ളത്. അതില് ഈ പുണ്യം, സ്വർഗം, ധർമ്മ, കർമ്മ, ഉപദേശങ്ങളൊക്കെ വരുന്നതായിട്ടുള്ള ഭാഗം ഗുഹ്യമാണ്. എല്ലാവർക്കും അറിയണം എന്നില്ല. ഓക്കെ. ഇനിയോ ഉപാസനാകാന്ഡം, ഭഗവത് ഭക്തിക്ക് വേണ്ടിയിട്ടുള്ള ഉപാസന, ക്രമമുക്തി ഇത്യാദി കാര്യങ്ങളെ ഗുഹ്യതരമായിട്ടാണ് ആചാര്യന്മാർ പറയുന്നത്. ഇനിയോ ജ്ഞാനകാന്ഡത്തിനെ, അതായത് ബ്രഹ്മ ജ്ഞാനത്തിനെ പറ്റിയിട്ടുള്ള ആ ഒരു സ്പിരിച്വൽ നോളജിനെ പറ്റിയിട്ടുള്ളത് ഗുഹ്യതമമാണ് എന്നാണ്. അപ്പൊ വെറുതെ പറഞ്ഞു പോയതല്ല എന്ത് ഇതം തുതേ ഗുഹ്യതമം എന്ന് വെറുതെ പറഞ്ഞതല്ല. പിന്നെയോ ഗുഹ്യമാണ്,
ഗുഹ്യമായതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഗുഹ്യതരമാണ്. അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഗുഹ്യതമമായിട്ടുള്ള ബ്രഹ്മജ്ഞാനത്തിനെയാണ് ഞാൻ ഈ അധ്യായത്തിൽ പറയാൻ പോകുന്നത് എന്നാണ് ഭഗവാൻ പറയുക. ഓക്കെ, ഇതെന്തൊക്കെ ഗുഹ്യതമം എങ്ങനെ പറയാൻ പോവാ? പ്രവക്ഷ്യാമിനി സൂയവേ വിജ്ഞാനസഹിതാണ് പറയാൻ പോവാ. എങ്ങനെയാണ്? കർമ്മം, പുണ്യം, സ്വർഗം, ഉപാസന, ക്രമമുക്തി, ഇതിലൊക്കെ ഇപ്പൊ കിട്ടില്ല. ഇതിന്റെ ഫലം എപ്പോഴാ? പിന്നെയാ കിട്ടുക. പക്ഷെ ഇവിടെ ഭഗവാൻ പോകുന്ന അറിവ് വിജ്ഞാനസഹിതമാണ് പറയുക. അതായത് അപരോക്ഷാനുഭൂതിയോടുകൂടി മോക്ഷം ഇപ്പൊ ഇവിടെ കിട്ടും എന്നുള്ള തലത്തിലാണ് പറയുക. ആർക്കാ ഉപദേശിക്കാൻ പോവാ? നിനക്ക് അർജുന, അസൂയയില്ലാത്ത അർജുന, നിനക്കാണ് ഉപദേശിക്കുക. അനസൂയവേ, അസൂയയില്ലാത്തവനെ. അസൂയയില്ലാത്തവനെ നമ്മുടെ മലയാളത്തിലെ അസൂയ മാത്രമല്ല, പിന്നെയോ ഗുരുവില്, ശ്രീകൃഷ്ണനില് തെറ്റ് കാണാത്തവനെ, ഗുരുവിൽ പൂർണ്ണമായിട്ട് ആ വിശ്വാസമുള്ളവനെ, അല്ലെങ്കിൽ കുശുവില്ലാത്തവനെ, അല്ലെങ്കിൽ ശിഷ്യന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായിട്ടുള്ള ആ അനസൂയത ഉള്ളവനെ അർജുന ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോവാണ്. എന്ത്? ആ ഗുഹ്യതമമായിട്ടുള്ള അറിവ്. അപ്പൊ ഉടനെ അർജുൻ ഇങ്ങനെ പെട്ടെന്ന് നോക്കും. ഇതാ ശ്രോതൃ അഭിമുഖീകരണമാണ്. ഇനിയോ ഈ അറിവ് എങ്ങനെയുള്ളതാണ്? രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം. രാജവിദ്യയാണ്. എന്താ രാജവിദ്യ എന്ന് പറഞ്ഞാൽ? വിദ്യാനാം രാജ, അതായത് കിങ് ഓഫ് ഓൾ നോളേജ്. എല്ലാ അറിവുകളിലും രാജപദവിയുള്ളതാണ്. അല്ലെങ്കിലോ നോളേജ് ഓഫ് ഓൾ കിങ്സ്, അങ്ങനെ പറയാം. രാജാക്കന്മാരുടെ അറിവ്. എന്താ? അർജുനൻ രാജാവാണടാ, നിനക്ക് ഞാൻ രാജാക്കന്മാരുടെ അറിവാണ് തരുന്നതെന്ന് പറയാം. പക്ഷെ അതിനേക്കാൾ എന്താ? കിങ് ഓഫ് ഓൾ നോളേജ്, ബെസ്റ്റ് നോളേജ് ആണ്. കിങ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് എന്നാണല്ലോ വെപ്പ്. അപ്പൊ ബെസ്റ്റ് നോളജ് ആണ്. എന്താണ് ഇത് ബെസ്റ്റ് നോളജ് ആകാൻ കാരണം? അല്ലെങ്കിൽ ഈ പറയാൻ പോകുന്ന നോളജ് എന്താണ്? ബ്രഹ്മത്തിനെ പറ്റിയാണ് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇതെങ്ങനെയാണ് ബെസ്റ്റ് ആകുക? കാര്യം ഇത് ഏറ്റവും എളുപ്പമാണ്, ഓർമ്മിച്ചു വെക്കേണ്ട കാര്യമില്ല. എന്താ? A+B² നമ്മൾ കുറെ നാളിരുന്ന് തല്ലുകൊണ്ട് കിഴുക്ക് കൊണ്ട് എഴുതി പഠിച്ചാണ് A²+2AB+B² എന്നുള്ളത്. അത് ഓർമ്മിച്ചു വെക്കേണ്ട കാര്യമുണ്ട്. പക്ഷേ ഞാൻ പൂർണ്ണനാണ് എന്നുള്ള അറിവ് അനുഭവത്തിൽ വരുന്ന സമയത്ത് ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓർക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇപ്പൊ ഞാൻ സുധീർ ചൈതന്യാണെന്ന് തിരിച്ചറിഞ്ഞാൽ, സുധീർ ചൈതന്യാണ് ഞാൻ സുധീർ ചൈതന്യാണ് ഞാൻ സുധീർ ചൈതന്യ, ഇതിന്റെ പേരിനെ പറ്റിയാണ് പറയുന്നത്. ഞാൻ ഇതല്ല പറയുന്നത്. ഞാൻ കുറച്ചും കൂടി ഉയർന്ന തലത്തിലെ കാര്യമാണ്. ഞാൻ ആ പൂർണ്ണസ്വരൂപിയാണ്, ആനന്ദസ്വരൂപിയാണ് എന്ന് ഒരു തവണ ഞാൻ അറിഞ്ഞാൽ പിന്നെ വീണ്ടും 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 ഞാനത് ഓർക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇത് ഓർത്തു വെക്കേണ്ട കാര്യമില്ല, എളുപ്പമാണ്. ഇത് കിട്ടിയാ മറക്കില്ല. അതുകൊണ്ടാണ് ഒരു തവണ അറിഞ്ഞാൽ പിന്നെ മറക്കില്ല എന്ന് പറയാം. കിട്ടിയാല് ഈ അറിവ് ഞാൻ പൂർണ്ണനാണ് എന്നുള്ള ബോധ്യം ഉണ്ടായാൽ പിന്നെ മറവിയില്ല. പിന്നെയോ ഈ ജ്ഞാനം കിട്ടിയാൽ പിന്നെ നമുക്ക് അറിയേണ്ടതായിട്ട് വേറൊന്നുമില്ല. ഏതൊന്നറിഞ്ഞാൽ വേറൊന്നും അറിയേണ്ടതായിട്ടില്ലാത്തതായിട്ടുണ്ടല്ലോ എന്നല്ല നമ്മൾ 7ാം അധ്യായത്തിൽ പഠിച്ചില്ലേ? ആ അറിവായത്. ഓക്കെ, ഈ അറിവ് നമ്മളെ തൃപ്തരാക്കും. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? തൃപ്തിയും സമാധാനത്തിനുമാണ്. ഈ അറിവ് നമ്മളെ തൃപ്തരാക്കും. ഓക്കെ, ഇത് ബാക്കിയുള്ള അറിവുകളൊക്കെ, ഇൻഫോർമേഷൻ ലെവലൊക്കെ എന്താണ്? അത് ബുദ്ധിയുടെ തലത്തിലാണെങ്കിൽ ഈ അറിവ് അതിനും അപ്പുറമാണ്. ഇതൊക്കെ കൊണ്ട് ഇത് നോളേജ് അല്ലെ, എന്നാ കിങ് ഓഫ് ഓൾ നോളേജ് ആണ്. അതല്ലെങ്കിൽ രാജ എന്ന് പറഞ്ഞാല് എന്റെ റൂട്ട് രാജ് എന്നാണ്. ടു ഷൈൻ, തിളങ്ങുക എന്നാണ്. ഈ രാജവിദ്യ എന്ന് പറഞ്ഞ എന്താണ്? തിളങ്ങുന്ന അറിവ്, നമ്മളെ ഓരോരുത്തരെയും തിളക്കുന്ന അറിവാണ്. ഈ അറിവ് ലഭിച്ചാൽ നമ്മൾ ഓരോരുത്തരും എന്താണ്? തിളങ്ങും എന്നാണ്. അതുകൊണ്ട് ഇത് രാജവിദ്യയാണ്. ഇനിയോ രാജഗുഹ്യമാണ്. സുപ്രീം സീക്രട്ട് ആണ്. രാജഗുഹ്യാണിത്. ഭയങ്കര, അല്ലാതെ രാജാക്കന്മാരുടെ സീക്രട്ട് ഒന്നല്ല. നിങ്ങൾ അറിഞ്ഞോ അവിടെ ആ രാജാവ് എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് മറ്റേ ടാഗിലേയും വരുന്നത് അങ്ങനത്തെ സാധനമല്ല. പിന്നെന്താണ്? ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് അറിയാമോ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ അങ്ങനെയല്ല. പിന്നെയോ രഹസ്യങ്ങളുടെ രാജാവാണ്. കാര്യം എന്നാ? ചില രഹസ്യങ്ങൾ നമുക്ക് വെളിവാക്കിയാൽ മനസ്സിലാവും. ഇല്ലേ, അവിടെ ഇങ്ങനെ നടന്നു കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് അങ്ങനല്ല. ഒരാൾ ഇരുന്ന് മൈക്ക് കെട്ടി പറഞ്ഞാലും ഇത് മനസ്സിലാകേണ്ടവന് മാത്രമേ മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ ഒരു ഇതാ ഞാൻ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത് രഹസ്യങ്ങളില്, അതായത് വെളിവാക്കിയാലും ഇത് എന്താണ്? അത് രഹസ്യമായിട്ട് തന്നെ തുടരും. കാര്യം എല്ലാവർക്കും ഇത് അറിയാൻ പറ്റില്ല, മനസ്സിലാകാൻ പറ്റില്ല. ഇതിന്റെ രഹസ്യത്വം ഒരിക്കലും പോകില്ല. ഞാൻ ആത്മസ്വരൂപിയാണ് എന്ന് ഞാൻ അറിഞ്ഞു.
നീ ആത്മസ്വരൂപിയാണ്, നീ ആത്മസ്വരൂപിയാണ്, തത് ത്വം അസി നമ്മൾ എത്ര തവണ കേട്ടേക്കുന്നു, നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ഇല്ല. അതിലേക്ക് എത്താൻ നമ്മൾ ഉയരണം. ഇതാ രഹസ്യത്വം, ആ ഒരു 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 ഗുഹ്യമായിട്ടുള്ള ഇത് ഇപ്പോഴും തന്നെ നിലനിൽക്കും. ഓക്കെ. പക്ഷേ അതേസമയം എന്താണ്? രാജവിദ്യ, രാജഗുഹ്യം, പവിത്രം. ഇതേ സമയം രഹസ്യമായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ എന്താണ്? ഇത് പവിത്രമാണ്, ശുദ്ധമാണ്. കാര്യം എന്നാ? സാധാരണ രഹസ്യങ്ങൾ അത്ര ശുദ്ധമല്ല അല്ലേ? നമ്മൾ ഡേർട്ടി സീക്രട്സ് എന്നെല്ലാം പറയും. രഹസ്യം അത്ര ശുദ്ധമല്ല. പക്ഷേ ഇത് പവിത്രമായതാണ്. ഈ രഹസ്യമായിട്ടുള്ള ജ്ഞാനം ഇത് പവിത്രമാണ്, ഇത് ശുദ്ധമാണ്, ശുദ്ധമാക്കുന്നതാണ്. രണ്ടുമുണ്ട്. പവിത്രത്തിന്റെ അർത്ഥം രണ്ടുണ്ട്. ഇത് വെറും ശുദ്ധീകരണമല്ല, ഉത്തമമായതാണ്. സാധാരണ നമ്മൾ പറയുക പവിത്രം എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി ചിലപ്പം പ്രായശ്ചിത്ത കർമ്മത്തിനെ പറ്റി പറയാറുണ്ട്. അതായത് പ്രായശ്ചിത്ത കർമ്മം അത് നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിക്കും. അതുകൊണ്ട് അതിനെ പവിത്രം എന്ന് പറയും. ശുദ്ധീകരിക്കുന്നത്, അത് നമ്മുടെ പാപം ചെയ്യാനുള്ള വാസന ഇല്ലാതാക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതിന്റെ പുണ്യത്തിനെ ഇല്ലാതാക്കില്ല. പക്ഷേ ഈ അറിവ് നമ്മുടെ പുണ്യത്തിന്റെ മേളിലേക്ക് നമ്മളെ ഉയർത്തുന്നതാണ് എന്നാണ്. അങ്ങനെയുള്ള എന്താണ് ഈ ഒരു അറിവ്, ഇത് പ്രത്യക്ഷാവകമാണ്. അതായത് പ്രായശ്ചിത്തത്തിൽ കൂടെ നമ്മളൊക്കെ പ്രായശ്ചിത്തമൊക്കെ ചെയ്യാറില്ലേ? അമ്പലത്തിൽ പോയി അങ്ങനെ ചെയ്യുക, ഇത്ര ഗായത്രി ജപിക്കുക, അതെല്ലാം നമ്മൾ പറയും. പക്ഷെ നമ്മുടെ പാപം മാറിയോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇതങ്ങനല്ല. ഈ അറിവ്, അതിന്റെ ഫലം അപ്പോൾ തന്നെ നേരിട്ട് നമുക്കറിയാൻ പറ്റും. ഞാൻ പൂർണ്ണനാണ് എന്ന് മനസ്സിലാകുന്ന സമയത്ത് ആ പൂർണ്ണത നമുക്ക് അനുഭവപ്പെടും. ജീവൻ മുക്തിയാണ് ഫലം. ഇങ്ങനത്തെ അറിവാ നിനക്ക് പറയാൻ പോകുന്നത്. അർജുനൻ ഓ പിന്നെയോ ഇത് ധർമ്മ്യമാണ് എന്നാണ്. ചിലപ്പോ ചില കാര്യങ്ങളിലൊക്കെ ഫലം നമുക്ക് അപ്പൊ തന്നെ കിട്ടും, പക്ഷെ അത് ധാർമ്മികമായിരിക്കില്ല. ഇതെന്താണ്? ഇത് ധർമ്മ്യമാണ് എന്നാണ്. ഓക്കെ. ഇനിയോ ഇതിന്റെ പ്രശ്നം, അല്ലെങ്കിൽ ഇത് കിട്ടിയില്ലെങ്കിൽ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയും, അർജുന, ഈ ധർമ്മതത്വത്തിൽ ശ്രദ്ധയില്ലാത്തവൻ എന്നെ പ്രാപിക്കാതെ ജനന മരണ പ്രവാഹത്തിൽ അതായത് ഈ അറിവ് കിട്ടാത്തവൻ എന്ത് പറ്റും? അവൻ സംസാരത്തിൽ വീണുകൊണ്ടിരിക്കും. അപ്പൊ സംസാരത്തിൽ വീഴാതിരിക്കാൻ എന്ത് വേണം? ഈ അറിവ് വേണം എന്നുള്ളത് ഭഗവാൻ. അപ്പം ഭഗവാൻ അർജുനെ ശ്രോത്ര അഭിമുഖീകരിച്ചു. അതായത് കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി. അർജുൻ ഇപ്പം കേൾവിക്കാരനായി റെഡിയായി. ഇതിന് നമുക്ക് എത്ര വേണമെങ്കിലും വിശദീകരിച്ചു പോകാതെ തൽക്കാലം ഇത്ര മതി. എന്നിട്ടോ ഇനി 4 തൊട്ട് 6 വരെയുള്ള ശ്ലോകത്തില് ഈ രാജവിദ്യയും രാജഗുഹ്യത്തിനെയും പറ്റിയും പറയും. ഓക്കെ. എന്താ 4ാമത്തെ ശ്ലോകത്തില്? രാജവിദ്യ എന്താണ് എന്ന് പറയും. എന്താണ് രാജവിദ്യ? രാജവിദ്യയില് 2 ലെവലാ. ഈ അറിവ് 2 ലെവലിലാണ് ഭഗവാൻ പറയുക. ഒന്ന് ഫസ്റ്റ് ലെവല്. എന്താ ഫസ്റ്റ് ലെവല്? ഭഗവാൻ ആ ശ്ലോകം എന്താണ്? 4ാമത്തത്. മയാതതമിതം സർവം ജഗദവ്യക്തമൂർത്തിന വസ്താനി സർവഭൂതാനി ചാഹം തേഷവസ്ഥിത. വളരെ കൃത്യമായിട്ടുള്ള ഈ കാര്യം നമ്മൾ 7ാം അധ്യായത്തിലും കണ്ടാണ്. ഇന്ദ്രവേദ്യമല്ലാത്ത സ്വരൂപത്തോടു കൂടിയ, എന്നാൽ ഈ എല്ലാ ജഗത്തിലും വ്യാപിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഭൂതങ്ങളെല്ലാം എന്നിലിരിക്കുന്നു, ഞാനാകട്ടെ അവയിലില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നുവെച്ചാ അഹം തേഷു അവസ്ഥിത. ഇതെല്ലാം എന്നിലിരിക്കുന്നു, ഞാൻ എല്ലായിടത്തും വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. സർവഭൂതാനി മസ്താനി, എല്ലാ ജീവജാലങ്ങളും എന്നിലിരിക്കുന്നു. അപ്പൊ തെറ്റിദ്ധരിക്കരുത്. എന്താ എന്നിലിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ സംയോഗ സംബന്ധം എന്നല്ല ഇവര് ടെക്നിക്കലി പറയും. അതായത് ഒരു മേശയുടെ മേളില് ഒരു ബുക്ക് ഇരിക്കുന്നത് പോലെയോ, അതല്ലെങ്കിൽ സമവായ സംബന്ധം എന്നെല്ലാം പറയും. അതായത് ഒരു തുണിയുടെ നിറം എന്ന് പറയുന്നത് പോലെ ഇരിക്കുന്നു എന്നല്ല. പിന്നെയോ എല്ലാത്തിന്റെയും അധിഷ്ഠാനമായിട്ട് ഞാൻ വർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അത് ഭഗവാൻ ഈ ജ്ഞാനം പറയാണ്. എന്താ ഈ ജ്ഞാനം? ഞാൻ ആരാണ്? ഞാൻ എല്ലാത്തിന്റെയും അധിഷ്ഠാനമായിട്ട് നിൽക്കുന്നു. എന്നിട്ടോ എന്നാൽ ഓർത്തുകൊള്ളൂ, പക്ഷേ എന്നുവെച്ചാ അഹം തേഷു അവസ്ഥിത, ഞാൻ അവയിൽ ഇരിക്കുന്നില്ല. ഇത് നമ്മൾ 7ാം അധ്യായത്തിൽ കണ്ടു. എങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയും. എന്താ അത്? ഞാൻ എല്ലാത്തിന്റെയും അധിഷ്ഠാനമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഞാൻ അവയിൽ ഇരിക്കുന്നില്ല. അതായത് നമ്മൾ സാധാരണ വേദാന്തത്തിൽ പറയുന്ന ഒരു ഉദാഹരണം ഉണ്ടല്ലോ. എന്താണ്? പാമ്പിന്റെയും കയറിന്റെ ഉദാഹരണം കേട്ടിട്ടില്ലേ? പാമ്പിന്റെയും കയറിന്റെയും ഉദാഹരണം എന്താ അത്? അതായത് ഒരു കയറിനെ നമ്മൾ പാമ്പായി തെറ്റിദ്ധരിച്ചു. പാമ്പ് കയറിലാണുള്ളത്, വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം അല്ലെ? പാമ്പ് കയറിലാണുള്ളത്. പക്ഷേ കയർ എപ്പോഴെങ്കിലും പാമ്പിലുണ്ടോ? ഇല്ല. അതേപോലെ ഈ
പാമ്പിന്റെ അധിഷ്ഠാനം എന്ന് പറയുന്നത് ആ കയറാണ്. അതേപോലെ ഈ കാണുന്നതിന്റെ എല്ലാം അധിഷ്ഠാനം ഭഗവാനാണ്. എന്നാൽ ആ ഭഗവാൻ അതിലില്ല. കാര്യം എന്താ വെച്ചാല് നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഈ കാര്യത്തിലെല്ലാം കയറി ഭഗവാനെ കുറ്റപ്പെടുത്തും. ഈ ലോകത്തിൽ എന്തൊക്കെ നടന്നാലും അതൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല, ആ ഈശ്വരനെ ബാധിക്കും. അത് പ്രകൃതിയുടെ ഗുണങ്ങളാൽ നടക്കുന്നതാണ് എന്ന് നമ്മൾ പല തവണ കണ്ട കാര്യമാണ്. ഓക്കെ, ഞാൻ അവയില്ല എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ ലോകത്തിൽ ഉണ്ടായാലും എനിക്കൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. ലോകം നശിച്ചാൽ പോലും എന്താണ്, എനിക്കൊന്നും പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു അറിവിലേക്ക് ഉയരണം എന്നാണ്. നമ്മളിപ്പോ ആരെങ്കിലും നമ്മളെ ഛീ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ വിഷമിക്കും, അവൻ എന്നെ അപമാനിച്ചു, മറ്റേതാണ് മറിച്ച്. ഇല്ല, ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല. എന്റെ മനസ്സിന്റെ മാത്രം തലത്തിൽ വരുന്നൊരു കാര്യമാണ്. എന്നെ ഒരാൾ ബോഡി ഷെയ്മിങ് ചെയ്തു. ഇപ്പൊ വലിയ പ്രശ്നങ്ങളാണല്ലോ അതൊക്കെ. നിങ്ങൾ കഷണ്ടിയാണോ എന്നെല്ലാം ചോദിച്ചാൽ ബോഡി ഷെയ്മിങ് ചെയ്തു. അത് ശരീരത്തിന്റെ മാത്രം തലത്തിൽ നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ താൻ എന്ത് മണ്ടനാടോ എന്ന് ചോദിച്ചു, അത് മനസ്സിന്റെ ബുദ്ധിയുടെ തലത്തിൽ നിൽക്കുന്നതാണ്. ഞാൻ ഈ മനസ്സിനും ശരീരത്തിനും ഒക്കെ അതീതമായിട്ടുള്ള ആ ബ്രഹ്മതത്വം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇതിനെയൊക്കെ സൃഷ്ടിച്ച ഞാനാണ്, എങ്കിലും ഇതിന്റെ ഒന്നും മാറ്റത്തിൽ ഞാനില്ല എന്ന് മനസ്സിലാക്കണം. ഈ ഒരു തലത്തിലേക്ക് ഉയരണം. ആലോചിക്കുക. ഈ രീതിയിലാണ് ഭഗവാൻ പോവാ. എന്നിട്ടോ അടുത്ത ശ്ലോകത്തില് ഭഗവാൻ പാരമാർത്ഥിക തലത്തിലേക്ക് എത്തും. എന്താണ് പറയും? അതില് സെക്കൻഡ് ലെവൽ, അബ്സല്യൂട്ട് ലെവലിലേക്ക് പറയും. 5ാമത്തെ ശ്ലോകത്തില് നചമസ്താനി ഭൂതാനി പശ്യമേ യോഗമൈശ്വര്യം ഭൂതഭൃന്നജ ഭൂതസ്ഥഃ മമാത്മാ ഭൂതഭാവന. എന്താണ്? എന്നാൽ യഥാർത്ഥത്തിൽ ഭൂതങ്ങൾ എന്നിലും ഇരിക്കുന്നില്ല. നേരത്തെ എന്നിലിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഭൂതങ്ങൾ എന്നിലും ഇരിക്കുന്നില്ല. എന്റെ ഐശ്വര്യമായ യോഗ വൈഭവം നോക്കൂ. എന്റെ ആത്മാവ് സ്വരൂപം ഭൂതങ്ങളെ ഉണ്ടാക്കുന്നതാകുന്നു, ഭൂതങ്ങളെ ഭരിക്കുന്നതാകുന്നു, ഭൂതങ്ങളിൽ ഇരിക്കുന്നതല്ല. അതായത് ഈ കാണുന്നതൊക്കെ മിഥ്യയാണ് എന്നാണ് ഭഗവാൻ പറയാം. ഒരു ഉദാഹരണം എടുത്താൽ ഭഗവാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് കാണാം. വ്യാവഹാരിക തലത്തില് ഇതിന്റെ പേരിന് മരുമരീചിക എന്ന് നമ്മൾ പറയാറില്ലേ? അതെവിടാ ഉള്ളത്? അതുള്ളത് ഈ പറഞ്ഞ പോലെ ഡെസേർട്ടിലാണ്. എവിടാണ്? മരുഭൂമിയിലാണ് മരീചിക ഉള്ളത്. ഇതിൽ സത്യമായിട്ടുള്ളത് ഏതാണ്? മരീചിക കള്ളവും ആ ഡെസേർട്ട് എന്ന് പറയുന്നത് എന്താണ്? അത് സത്യമാണ് എന്നാണ്. അപ്പം മിറാഷ് അല്ലെങ്കിൽ ആ മരുമരീചികൾ വാട്ടർ ഉണ്ട്. മിറാജ് വാട്ടർ ഈസ് ദെയർ ഇൻ ദി ഡെസേർട്ട് നമുക്ക് പറയാം ഇല്ലേ? അപ്പൊ നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ കണ്ടത് അതാണ്. എന്താണ്? ഭഗവാനിൽ ഇതെല്ലാം ഉണ്ട്. എന്നിട്ടോ ആ ഡെസേർട്ട് മിറാഷ് വാട്ടറിൽ അല്ലെങ്കിൽ ആ ഒരു മരുമരീചികയിൽ ഇല്ല എന്ന് ആദ്യം പറഞ്ഞു. എന്നിട്ടോ ഇനി അടുത്ത ലെവലിലേക്ക് നമ്മൾ പോവാണ്. സത്യത്തിൽ ആ മരീചിക എന്ന് പറയുന്നത് അതൊരു മിഥ്യാധാരണ മാത്രമാണ്. സത്യത്തിൽ മരുഭൂമി മാത്രമേ ഉള്ളൂ. പറയുന്ന ഏകദേശം കത്തിയോ? ഇല്ലെങ്കിൽ ആലോചിക്കണം. അതായത് ആദ്യത്തെ ലെവലിൽ നമ്മൾ ഈ കാണുന്നതിന് നമുക്കൊരു ന്യായീകരണം കൊടുക്കണം. അപ്പൊ എന്താ പറയാ? എല്ലാം ഭഗവാനിലാണ്, ഭഗവാനാണ് അധിഷ്ഠാനം. പക്ഷെ ഈ മാറ്റങ്ങളിലൊന്നും ഭഗവാൻ ഇടപെടുന്നില്ല, ഭഗവാൻ അതിൽ ബാധിക്കില്ല. അതിപ്പം രാജവമ്പാല പാമ്പാണെങ്കിലും അതല്ല, നിങ്ങൾ കാണുന്ന മഞ്ഞച്ചേരയായിട്ടാണെങ്കിലും, നിങ്ങൾ മൂർഖനായിട്ടാണെങ്കിലും അണലിയായിട്ടാണെങ്കിലും കയറിനെ അതൊന്നും ബാധിക്കില്ല. മനസ്സിലായില്ലേ? അതിനെ കയറിനെ ഒന്നും ബാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ലെവലിൽ പറയാണ്, ഇവിടെ കയറ് മാത്രമേ ഉള്ളൂ, മറ്റേത് വെറും തോന്നലാണ്, മിഥ്യയാണ്. അതാണ് രണ്ടാമത്തെ ലെവലിലേക്ക്. അബ്സല്യൂട്ട് ലെവലിൽ വരുമ്പോൾ എന്താണ്? പാരമാർത്ഥിക തലത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ, രണ്ടില്ല എന്നുള്ള ഭാവത്തിലേക്ക് എത്തും. ഇത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റൂൾസ് ഓഫ് കോസേഷൻ എന്ന് പറഞ്ഞിട്ട് പൂജ്യ ഗുരുദേവൻ സ്വാമി ചിന്മയാനന്ദ ഒരു കാര്യം പറയും. പറയുന്നത് എന്താണ്? ഓർത്തോണേ, ഓർത്തു വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. എവരി എഫക്ട് ഈസ് എ റിസൾട്ട് ഓഫ് എ കോസ്. ഏതൊരു കാര്യം ഉണ്ടാകണമെങ്കിൽ ഒരു കാരണം വേണം. കാരണമില്ലാതെ ഒരു കാര്യം ഉണ്ടാകില്ല. കാരണമില്ലാതെ എഫക്റ്റ് ഉണ്ടാകില്ല. ഒരു കോസ് ഇല്ലാതെ ഒരു എഫക്റ്റ് ഉണ്ടാകില്ല. രണ്ടാമത്തെ റൂൾ. ഇനിയോ നമ്മള് ആ കോസിൽ നിന്ന് അല്ല, നമ്മൾ ആ കാര്യത്തിൽ നിന്ന് ആ കാരണത്തിനെ എടുത്തു മാറ്റിയാൽ വേറെ ഒന്നും അവശേഷിക്കില്ല. അതുകൊണ്ട് എന്താണ്? ആ കാര്യം എന്ന് പറയുന്നത് വെറും അപ്പിയറൻസ് ആണ്. ഇതിങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലല്ലോ? ഞാൻ ഉദാഹരണം പറയാം. അതായത്
സ്വർണവും മാലയും. ഓക്കെ, സ്വർണം എന്ന് പറയുന്നത് എന്താണ്? കാരണമാണ്. മാല എന്ന് പറയുന്നത് കാര്യമാണ്. സ്വർണമാല ഇല്ലേ നിങ്ങൾക്കെല്ലാം? അതാണ്. ഓക്കെ, തലൂലിക്ക് തരണം. ഓക്കെ, ശ്രദ്ധിച്ചോണേ ഇത്. സ്വർണം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ മാലയ്ക്കും കാരണമായിട്ടുള്ളത് എന്താണ്? സ്വർണമാണ്. അതാണ് കോസ്. എഫക്റ്റ് എന്താണ്? മാലയാണ്. ഇനിയോ, സ്വർണമില്ലാതെ മാല ഉണ്ടാവുമോ? ഇല്ല, സ്വർണമില്ലാതെ മാല ഉണ്ടാവില്ല. അതേപോലെ നമ്മള് മാലയിൽ നിന്ന് ആ സ്വർണത്തിനെ എടുത്തു മാറ്റിയാൽ വേറെ എന്തെങ്കിലും ഉണ്ടാവുമോ? വേറെ ഒന്നും അവശേഷിക്കില്ല. അപ്പൊ പിന്നെ ആ മാല എന്ന് പറയുന്നത് എന്താണ്? മാല എന്ന് പറയുന്നത് ഒരു അപ്പിയറൻസ് മാത്രമാണ്. അതായത് ഈ ലോകം അതൊരു അപ്പിയറൻസ് ആണ് എന്നാണ് അബ്സല്യൂട്ട് സ്റ്റാൻഡ് പോയിന്റിൽ ഭഗവാൻ പറഞ്ഞു. നമ്മൾ ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരണം? ഈ പറഞ്ഞ കണക്ക് എന്ത് തന്നെ സംഭവിച്ചോട്ടെ എന്നും പറഞ്ഞിട്ട് മറ്റേ വണ്ടിയുടെ ഫ്രണ്ടിൽ പോയി ചാടാനല്ല ഇത് പറയുന്നത്. ദൈവത്തെ ഓർത്ത് അങ്ങനെ വിചാരിക്കരുത്. പിന്നെന്താ? നമ്മള് പതിയെ 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 പതിയാണ് ഉയരേണ്ടത്. വ്യാവഹാരിക തലത്തിൽ നമ്മൾ ഇടപെടുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം എന്താ? ഈ കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കില്ല എന്ന് മനസ്സിലാക്കണം. എനിക്ക് ബൗൺസ് ബാക്ക് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കണം. ആ തലത്തിൽ നമ്മൾ നിൽക്കണം. ചില ആൾക്കാർ ഈ വേദാന്തമൊക്കെ പഠിച്ചിട്ട് മരണ വീട്ടിലൊക്കെ പോയി അടിക്കും. എന്തടിക്കും? ആർക്കും മരണമില്ല, പക്ഷെ കൊച്ചു കുഞ്ഞു മരിച്ചു കിടക്കായിരിക്കും. ആ സമയത്തായിരിക്കും പോയി ആ വീട്ടുകാരുടെ ദുഃഖത്തിൽ പങ്കുചേരാതെ പൊട്ട വേദാന്തം പറയുന്നത്. വേദാന്തം പൊട്ടയല്ലേ, നമ്മളിത് പറയുമ്പോൾ അത് പൊട്ടയായി മാറുന്ന. മനസ്സിലായില്ലേ? അവിടെ അല്ല ഇത് ഉപയോഗിക്കേണ്ടത്. പിന്നെയോ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അതിനെ ഈ ഒരു അറിവിന്റെ ദൃഷ്ടിയിൽ കാണാൻ ശ്രമിക്കണം. ഓക്കെ, എന്നിട്ടോ ഭഗവാൻ പറയാണ് ഇത് ഇങ്ങനെ കാണണം, ഇതെന്റെ ഐശ്വര്യമായിട്ട് കാണണം, എന്റെ എന്താണ് ഐശ്വര്യമായിട്ട് കാണണം, എന്റെ യോഗ ഐശ്വര്യമായിട്ട് കാണണം, ഇത് ഉപായമായിട്ട് കാണണം. സത്യത്തിൽ ഈ ലോകത്തിനെ നോക്കുന്നത് അതൊരു പ്രഹേളികയാണ്. ഭഗവാന്റെ വിഭൂതിയിലൂടെയാണ്, മായയിലൂടെയാണ് എന്താണ് ഈ ലോകം ഉണ്ടായത് എന്നാണ്. ഇനി എന്ത് ചെയ്യും ഭഗവാൻ? ഇനി ഒരു 5-6 ശ്ലോകങ്ങളില്, ഓക്കെ, 7 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ, അല്ലെങ്കിൽ 6-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഒരു ഉദാഹരണത്തിലൂടെ ഭഗവാൻ ഒന്നുമായിട്ട് ബന്ധപ്പെടുന്നില്ല എന്ന് നമുക്ക് കാണിച്ചു തരും. 6-ാമത്തെ ശ്ലോകം ഉദാഹരണം എടുക്കുന്ന എന്താണ്? പറയുന്നത് സർവത്ര സഞ്ചരിക്കുന്ന കരുത്തുറ്റ വായു എപ്രകാരം സദാ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നുവോ അപ്രകാരമാണ് എല്ലാ ഭൂതങ്ങളും എന്നിൽ ഇരിക്കുന്നത് എന്ന് അറിയുക. ഈ കാണുന്ന സ്പേസിൽ, ആകാശത്തിൽ വായു എങ്ങനെയാണോ സഞ്ചരിക്കുന്നത്, വായുവിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല, ആകാശത്തിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം അത്രയും സൂക്ഷ്മമായിട്ട്, എന്നാൽ വായു ആകാശത്തെ തൊടുന്നുണ്ടോ? ഇല്ല. അത്രയും അൺഅറ്റാച്ച്ഡ് ആയിട്ടാണ് ഞാൻ ഈ ലോകത്തിൽ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കും. ഫിലോസഫിക്കലി വലിയ 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 കാര്യങ്ങൾ പറയാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഈ ലോകം നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇറിറ്റേറ്റഡ് ആകാതിരിക്കുകയാണെങ്കിൽ ഇത് പഠിച്ചു തുടങ്ങും. എന്നോ പറഞ്ഞേ? ഇപ്പൊ നിങ്ങളൊക്കെ അവിടെ ഇരുന്ന് എന്ന് പറഞ്ഞ് എന്നെ കൊഞ്ഞനം കുത്താണെന്ന് വെച്ചോ, അപ്പോഴും എനിക്ക് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കാൻ പറ്റുകയാണെങ്കിൽ, അതാണ് ഈ വേദാന്തം എന്റെ ഉള്ളിലേക്ക് കയറുക. എന്ന് പറഞ്ഞ് കൊഞ്ഞനം കാണിക്കരുത്, ചിലപ്പോ എനിക്ക് വിഷമമാവും. അല്ല, പറയാൻ മനസ്സിലായില്ലേ? ചിലപ്പം നമ്മൾ ഇത്ര വലിയ 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 കാര്യങ്ങളൊക്കെ പറയും, ലോകം മിഥ്യയാണ് എന്നെല്ലാം പറയും. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് 8 മണിക്ക് ആഹാരം കഴിക്കാൻ പോകുമ്പോഴായിരിക്കും ഉപ്പിത്തിരി കൂടുന്നതിന് ഭാര്യയായിട്ട് ഉടക്കുണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? തിയറി അല്ല ഇവിടെ വേണ്ടത്. തിയറിയെ എങ്ങനെയാണ് നമ്മൾ വിജ്ഞാന സഹിതമാക്കുക? ലോകം ഇത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? പാരമാർത്ഥിക ലെവൽ, വ്യാവഹാരിക ലെവലില് അതൊരു മരുമരീചിക പോലെ നമ്മുടെ കണ്ണിന്റെ മുമ്പിലാണ്. പാരമാർത്ഥിക ലെവലില് അതൊരു തോന്നല് മാത്രമാണ്ടാ, നീ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കൂ. അതെങ്ങനെ ഞാൻ ലോകത്തിൽ ജീവിക്കുന്നത്? ഞാൻ ലോകത്തിൽ ജീവിക്കേണ്ടത്, ലോകം എന്നെ എന്ത് തന്നെ ചെയ്യാൻ വന്നാലും, ലോകം എനിക്കെതിരെ തിരിഞ്ഞു നിന്നാലും അതിനെ ഞാൻ കൈ കെട്ടി പുഞ്ചിരിച്ചോണ്ടുകൊണ്ട് നിൽക്കണം എന്നാണ്. ഇതാണ് അതിന്റെ പ്രാക്ടിക്കൽ വേ ഓഫ് ലൈഫ്. പക്ഷെ തിയറി പറയണം. എല്ലാ അധ്യായത്തിലും ഭഗവാൻ പതുക്കെ പതുക്കെ തിയറിയുടെ കട്ടി കൂട്ടി കൊണ്ടുപോകും. ഇവിടെ പാരമാർത്ഥിക വ്യാവഹാരിക തലം കാണിച്ചു, അതിന്റെ അടുത്ത ലെവലിലേക്ക് അബ്സല്യൂട്ട് ഇത് കാണിച്ചു, അതിനുശേഷം അതിനൊരു ഉദാഹരണത്തിൽ കൂടെ സജിച്ചു. ഇനി 7 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളില് ഭഗവാൻ എന്ത് ചെയ്തു? രാജഗുഹ്യം, ഇതെന്താണ്? വളരെ സീക്രട്ട് പറഞ്ഞു. രാജവിദ്യ എന്താണ്? ഞാൻ ആണ് എല്ലാത്തിനും അധിഷ്ഠാനം, ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ആ ജ്ഞാനം.
ജ്ഞാനം എന്ന് പറയുന്നത് ഭഗവാനല്ല, നമ്മളെല്ലാം നമ്മുടെ കഥയാണ് ഈ പറയുന്നത്. ഓക്കെ, അതാണ് ആ ജ്ഞാനം. ഇനി രാജഗുഹ്യമായിട്ടുള്ളത് എന്താണ്? അത് കർത്തൃത്വ, അകൃതൃത്വം, ഇതെല്ലാം എന്താണ്? ഭഗവാനിൽ ബാധിക്കുന്നില്ല. നമ്മളാണ് ആരോപിക്കുന്നത് എന്താണ്? അത് ഞാൻ ചെയ്തു, ഇത് ഞാൻ ചെയ്യുന്നു എന്നല്ല. ഞാൻ ഇതിനെയൊക്കെ നോക്കി. എന്നിട്ട് ഭഗവാൻ ഈ 2-3 ശ്ലോകം, അതായത് എന്റെ സന്നിധി മാത്രം കൊണ്ട് ഈ ലോകം ചരിക്കും, ചലിക്കും എന്നല്ല നമ്മൾ കാണും. അതായത് അല്ലയോ അർജുന, എന്റെ സന്നിധി മാത്രത്തിൽ മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഏതുനാനേന കൗന്ദേയ ജഗദ്ഭിഃ പരിവർത്തിതേ. അല്ലയോ അർജുന, എന്റെ സന്നിധി മാത്രത്താൽ, ഞാൻ അവിടെ വരണം എന്ന് പോലും ഇല്ല, രാജവത്സത എന്ന് പറയും. ഓക്കെ, പ്രകൃതി സർവചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നു, അത് ഹേതുവായി പ്രപഞ്ച വ്യാപാരം നടന്നുകൊണ്ടേയിരിക്കും. പ്രകൃതി, ഞാൻ അവിടെ എന്റെ സന്നിധി മാത്രത്തിൽ ഇതെല്ലാം നടക്കും. ഞാൻ ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. പക്ഷെ ഞാനാണോ ഇത് ചെയ്യുന്നത്? അല്ല, എന്നെ ഇതൊന്നും ബാധിക്കില്ല എന്നുള്ളത്. എന്നിട്ടോ 6, 7 മുതൽ 10 വരെ അതിനെ പറ്റി വിശദീകരിച്ചതിന് ശേഷം പറയും, ഇത് മനസ്സിലാക്കിയ ആള്, അവര് ഇത് മനസ്സിലാക്കാത്തവന്മാര് ദുരാത്മാവ്, മൂഢന്മാര്. ഇത് മനസ്സിലാക്കിയ ആൾക്കാര് ആരാണ്? മഹാത്മാക്കൾ എന്ന് പറയും. ഏത്? ഈ പറഞ്ഞ രാജവിദ്യയും രാജഗുഹ്യവുമായിട്ടുള്ള കാര്യം മനസ്സിലാക്കിയ ആൾക്കാരാരാണ്? മഹാത്മാക്കള്. അവർക്ക് പല റേഞ്ചുകൾ കാണും. ഇനിയോ ഇത് മനസ്സിലാക്കാത്ത പൊട്ടന്മാരാരാ? അവര് മൂഢന്മാരാണ്, ദുരാത്മാക്കളാണ്. ഓക്കെ, അതെവിടാ വരുന്നേ? അതൊരു 11-ാമത്തെ ശ്ലോകമൊക്കെ തൊട്ട് വരും. ഓക്കെ, അവജാനന്തി മാം മൂഢാഹ മാനുഷീം തനുമാശ്രിതം പരംഭാവമജാനന്ദ മമ ഭൂത മഹേശ്വര. സർവഭൂതങ്ങൾക്കും മഹേശ്വരനായ എന്റെ യഥാർത്ഥ സ്വരൂപം അറിയാത്ത അവിവേകികൾ മനുഷ്യദേഹത്തെ ആശ്രയിച്ചവനെന്ന് എന്നെ അപമാനിക്കും. കാര്യം വെച്ചാല് ഈ രാജവിദ്യയും രാജഗുഹ്യമായിട്ടുള്ള ഈ അറിവിനെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്യും? അവതാരം എടുക്കും എന്നാണ്. ഈ അവതാരത്തിനെ നമ്മളെ പോലുള്ള ശരീരമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാര് എന്നെ അപമാനിക്കും എന്നാണ്. അത് ഭഗവാനെ നോക്കാതെ മനസ്സിലാക്കാതിരിക്കുന്ന ഈ മൂഢന്മാർ അങ്ങനെയാണ്. അപ്പൊ ഇത് ഭഗവാൻ പറയാം. അതായത് എന്താ? രാജവിദ്യ എന്താണെന്ന് പറഞ്ഞു, രാജഗുഹ്യമായിട്ടുള്ള കാര്യത്തിനെ പറ്റി പറഞ്ഞു, ഇത് അറിയാൻ പാടില്ലാത്ത ആൾക്കാർ മൂഢന്മാരാണെന്ന് പറഞ്ഞു. ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവതാരം എടുക്കുന്ന സമയത്ത് അത് മനസ്സിലാകാതെ എന്നെ ഇവർ അപമാനിക്കും എന്ന് പറയും. എന്നിട്ടോ ഈ ദുരാത്മാക്കൾ എന്ത് ചെയ്യും? അവരെങ്ങനെയുള്ള ആൾക്കാരാണ്? അതാണ് 12-13 ശ്ലോകങ്ങളില് പറയാം. എന്താണ് 12-ാമത്തെ ശ്ലോകത്തില്? അവര് പാഴ്മോഹങ്ങളുള്ള, പാഴ്വേലകൾ ചെയ്യുന്ന, വ്യർത്ഥമായ അറിവോടുകൂടിയ ബുദ്ധികെട്ട രാക്ഷസന്മാരും ആസുരന്മാർക്കും ചേർന്നതുമായ മോഹകരമായ പ്രകൃതിയെ തന്നെ ആശ്രയിച്ചവരെത്രേ. ഇതിനെ വിശദീകരിക്കുവേ എവിടെ? 16-ാമത്തെ അധ്യായത്തില് ദൈവീ സമ്പത്തും ആസുരീ സമ്പത്തിനെയും പറ്റി പറഞ്ഞിട്ട് 16-ാം അധ്യായത്തിലേക്ക് ഇത് പോകും. ഓക്കെ, പക്ഷെ ഇവിടെ അതിനൊരു ബീജം ഇട്ട് കൊടുക്കുകയാണ്. എന്താണ്? ഇവരൊക്കെ പ്രകൃതിയെ തന്നെ ആശ്രയിച്ചവരത്രേ. എന്നാൽ അർജുന, മഹാത്മാക്കൾ ദൈവീ പ്രകൃതിയെ ആശ്രയിച്ച് എന്നെ നാശരഹിതമായ ഭൂതകാരണമെന്ന് അറിഞ്ഞിട്ട് ഏകാഗ്രചിത്തരായി ഭജിക്കുന്നു. ഓക്കെ, ഭജന്ത്യ മനസഹ ജ്ഞാത്വാ ഭൂതാദി ദൈവീം പ്രകൃതിയും ആശ്രിത. അപ്പൊ എന്താ ഈ ദൈവീ പ്രകൃതി എന്ന് അറിയണ്ടേ? അതാണ് 16-ാം അധ്യായത്തിലേക്ക് ഭഗവാൻ പിന്നെ പോകാൻ കാരണം. അതിന്റെ ബീജം ഇവിടുന്ന എന്താ പറയാ? ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയ ആൾക്കാർ മഹാത്മാക്കള്, എന്റെ രഹസ്യം അറിയാത്ത ആൾക്കാർ ആരാണ്? മൂഢന്മാരാണ് എന്ന് പറഞ്ഞു. എന്നിട്ടോ ഭഗവാൻ ഈ മഹാത്മാക്കളെ പല തലത്തിൽ തിരിക്കും. ഒന്ന് പ്രേമഭക്തന്മാര്, ജ്ഞാനീ ഭക്തന്മാരെന്ന് തിരിക്കും. ഈ പ്രേമഭക്തന്മാർ എന്ത് ചെയ്യും? 14-ാമത്തെ ശ്ലോകത്തില് സദാ എന്റെ മഹിമയെ പ്രകീർത്തിച്ചുകൊണ്ട് ദൃഢവ്രതത്തോടുകൂടി പ്രയത്നം ചെയ്ത് എന്നെ നമസ്കരിച്ചുകൊണ്ട് നിഷ്ഠയ്ക്ക് ഭംഗം വരാതെ ഭക്തിയോട് അവരെന്നെ ഉപാസിക്കും. പ്രേമഭക്തൻ. ഇനിയോ ജ്ഞാനഭക്തന്മാർ എന്ത് ചെയ്യും? ജ്ഞാനീ ഭക്തന്മാര് അവര് ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യജന്തോ മാം ഉപാസതേ ഏകത്വേന പൃഥക്വേന ബഹുധാ വിശ്വതോ മുഖം. അവര് ഈ ജ്ഞാനീ ഭക്തന്മാർ എങ്ങനെയാണ്? അവര് 3 തലത്തിലാണ്. ഓക്കെ, അവര് 3 തലത്തിൽ അവര് എന്നെ ഭജിക്കും. അങ്ങനെയാണ് ഏകത്വേന. ഏകത്വേന എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ ഈശ്വരനായി കണ്ട് ആ പരമമായിട്ടുള്ള അദ്വൈത ഭാവത്തിൽ വാസുദേവ അഹം ഇതി എന്നുള്ള ഭാവത്തിൽ അവർ ഭജിക്കും. ഓക്കെ, പിന്നെയോ പൃഥക്വേന ഭഗവാനെ വേറെ രൂപത്തിൽ ആരാധിക്കുക. അദ്വൈത ജ്ഞാനം ഉള്ളപ്പോൾ തന്നെ ഇപ്പൊ രാമകൃഷ്ണ പരമഹംസനൊക്കെ എങ്ങനെയാണ്? അദ്വൈത ജ്ഞാനം ഉണ്ടെങ്കിലും ആ ഈശ്വരനെ ജഗദീശ്വരിയായി കണ്ട് ആരാധിക്കും. ഇനിയോ ബഹുധാ വിശ്വതോ മുഖം, അതായത് ലോകത്തിനെ മുഴുവൻ ഭഗവാനായി കണ്ടിട്ട് സർവം വാസുദേവമയം എന്ന ഭാവത്തില് ഈ ജ്ഞാനീ ഭക്തന്മാര് ആരാധിക്കും.
അപ്പം ഒന്ന് പ്രേമഭക്തി ഉള്ളവരെങ്ങനെയാണ്, അവര് മഹിമയെ പ്രകീർത്തിച്ച് ദൃഢവ്രതത്തോടെ പ്രയത്നം ചെയ്ത് അങ്ങനെ കാണുമെങ്കിൽ, ജ്ഞാനീ ഭക്തന്മാര് 3 രീതിയിൽ എന്താണ്, ഏകത്വേന, പൃഥക്വേന, ബഹുധാവിശുദ്ധോ. മഹാത്മാക്കളെ പറ്റി പറയാണ് അങ്ങനെ പറയും. ഇനി എന്താണ് ഭഗവാൻ ചെയ്യുക? ഭഗവാൻ 15 അല്ലെങ്കിൽ 15 മുതൽ അല്ലെങ്കിൽ 16 മുതൽ 19 വരെ ഈ ബഹുധാ വിശ്വതോ മുഖ എന്താണ് എന്ന് കാണിച്ചു തരും. ഈ ലോകത്തിനെ എല്ലാം ഭഗവാനാണെന്ന് കണ്ടിട്ടാണല്ലോ നമ്മൾ ഇത് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനാണെങ്കിൽ അത് എന്താണ് എന്നുള്ളതാണ് വരും. എന്താണ്? വൈദികമായ യജ്ഞം ഞാനാകുന്നു, സ്മൃതിപ്രോക്തമായ കർമ്മം ഞാനാകുന്നു, പിതൃക്കൾക്കുള്ള അന്നം ഞാനാകുന്നു, ഔഷധം ഞാനാകുന്നു, മന്ത്രവും ആജ്യവും അഗ്നിയും ആഹൂതിയും എല്ലാം ഞാനാകുന്നു, ഇത് ഞാനാകുന്നു, അത് ഞാനാകുന്നു. ഭഗവാൻ ഇങ്ങനെ പറയുന്നില്ലേ, ഈ ജഗത്തിന്റെ പിതാവും മാതാവും പിതാമഹനും കർമ്മഫല വിധാതാവും ഞാനാകുന്നു. കാര്യം എന്നാ, ഇവര് എല്ലാത്തിലും ആ ഭഗവാനെ നോക്കിക്കണ്ട് സ്മരിക്കുന്നു മഹാത്മാക്കൾ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷേ എന്താണ്, ഇവർക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ജ്ഞാനീ ഭക്തന്മാര് ഒന്നുകിൽ അവനവന്റെ അദ്വൈത ദർശനം ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ അദ്വൈത ദർശനത്തോടു കൂടി തന്നെ ഭഗവാനെ കാണും, ഇനിയോ അല്ലെങ്കിൽ ലോകത്തിൽ എല്ലായിടത്തും ഭഗവാനെ കാണും. ദുരാത്മാക്കള് അവര് മോഘകർമാണ അങ്ങനെ നിൽക്കും, അവർ ജീവിതം നശിപ്പിക്കും. ഓക്കെ, എന്നിട്ട് ഇനി ഇതിൻ്റെ അകത്ത് മൂഢന്മാരല്ലാത്ത എന്നാൽ കുറച്ച് ആഗ്രഹങ്ങളുള്ള ചില ആൾക്കാരുണ്ട്. നല്ല ആൾക്കാരൊക്കെ തന്നെ, പക്ഷെ അവര് കാമ്യമായിട്ടുള്ള ആഗ്രഹങ്ങളോടുകൂടി നിൽക്കുന്ന ആൾക്കാരാണ്. നല്ല ആൾക്കാരെങ്കിലും അവർ അത്ര നല്ലതല്ല. ചില ആൾക്കാർ പറയാറില്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടും ഇത്ര നന്നായിട്ടൊക്കെ ജീവിച്ചിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഈ കഷ്ടപ്പാടൊക്കെ വരുന്നത് ഭഗവാനെ എന്നെല്ലാം ചില ചോദിക്കുന്നത്. ഒരു പ്രാവശ്യം ചിന്മയാനന്ദ സ്വാമിജിയൊക്കെ ചോദിച്ചപ്പം ഗുരുദേവൻ പറഞ്ഞു, യു ആർ ഗുഡ് ബട്ട് യു ആർ നോട്ട് ഗുഡ് ഇനഫ് എന്ന്. യു ആർ ഗുഡ് ബട്ട് യു ആർ നോട്ട് ഗുഡ് ഇനഫ്. അതേപോലെ ചില ആൾക്കാരെന്താണ്, അവർ കാമ്യമായിട്ടുള്ള കർമ്മങ്ങളോടുകൂടി അല്ലെങ്കിൽ കാമ്യമായിട്ടുള്ള ആഗ്രഹങ്ങളോടുകൂടി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരെ പറ്റിയാണ് പറയുക. എന്താണ് 20-21 ശ്ലോകങ്ങളിൽ എന്താണ്, അവര് വൈദിക കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ആൾക്കാര്, അവര് സ്വർഗം വേണം, പുണ്യം വേണം എന്നെല്ലാം വിചാരിക്കും. പക്ഷെ ആ പുണ്യം ക്ഷയിക്കുമ്പോൾ മർത്യലോകത്തിലേക്ക് തിരിച്ചു വരുന്നു. അവര് ഈ ലോകത്തിൽ ഈ പോക്കും വരവുമായിട്ട് നിൽക്കുന്നു. അതായത് കുറെ പുണ്യം ആർജിക്കും, ആ പുണ്യത്തിന്റെ ബലം കൊണ്ട് മുകളിലേക്ക് പോകും, അതിനുശേഷം തിരിച്ചു വരും, പിന്നെ എന്തെങ്കിലും പുണ്യം ചെയ്യും, അതിനുശേഷം വീണ്ടും മേളിലോട്ട് പോകും, തിരിച്ചു വരും. ഇങ്ങനെ പോയിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കും. സത്യത്തിൽ നമുക്കെല്ലാവർക്കും എന്താ വേണ്ടത്? ഒരു ആ ഒരു ചക്രങ്ങളില്ലാത്ത ആ മോക്ഷമാണ് വേണ്ടത് എന്നാണ്. അതിനെന്ത് ചെയ്യണം? ഭക്തി തന്നെയാണ് മാർഗം. ഞാൻ ഈ ഭക്തനെ പറ്റി പറഞ്ഞല്ലോ, അല്ലെങ്കിൽ നേരത്തെ ഭക്തനെ പറ്റി പറഞ്ഞല്ലോ. ഈ കാമ്യഭാവന വെച്ചിട്ട് ഭഗവാൻ പറയാണ്, നിനക്ക് അനന്യാശ്ചിന്തയന്തോ മാം യേജനഃപര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. നീ വ്യത്യാസമില്ലാതെ, എന്തിൽ വ്യത്യാസമില്ലാതെ? ആരാണോ ഇതര ചിന്തകൾക്ക് ഇടവെടുക്കാതെ എന്നെ തന്നെ ധ്യാനിച്ചു വേണ്ടും വണ്ണം ഉപാസിക്കുന്നത്, സദാ മനസ്സ് എന്നിൽ തന്നെ ഉറപ്പിക്കുന്നവര്, അവർക്ക് യോഗവും ക്ഷേമവും ഞാൻ നോക്കിക്കൊള്ളാം. ചില ആൾക്കാര് ഭഗവാനെ ഭജിക്കുന്നുണ്ട് എങ്കിലും അവരുടെ മനസ്സ് വീണ്ടും ഞാൻ എങ്ങനെ ജീവിക്കും എന്നുള്ള ചിന്തയിലാണ്. ഇല്ല, ഭഗവാൻ പറയട്ടെ, അത് വേണ്ട, അത് പേടിക്കണ്ട. നീ എന്നിൽ തന്നെയാണ് ഫുള്ളായിട്ട് നിൽക്കുന്നത് എങ്കിൽ നിന്റെ കാര്യം, നിന്റെ യോഗവും ക്ഷേമവും ഞാൻ നോക്കിക്കോളാം. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ശ്ലോകം അല്ലേ? അനന്യാചിന്തയന്തോ മാം യേജനഃപര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. LIC എല്ലാം പോയിട്ടുള്ള ആൾക്കാർക്കറിയാം യോഗക്ഷേമം വഹാമ്യഹം എന്നില്ല LIC എഴുതിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന LIC ആണ് നമ്മുടെ യോഗക്ഷേമം വഹിക്കുന്നത്. നല്ലല്ല, ഭഗവാനാണ്. ഭഗവാൻ പറയാണ്, നീ അനന്യ ഭക്തി ഉണ്ട് എങ്കിൽ നിന്റെ യോഗക്ഷേമം ഞാൻ വഹിച്ചു. എന്താ യോഗം എന്ന് പറഞ്ഞാൽ? അപ്രാപ്യസ്യ പ്രാപ്തം, ഇപ്പോൾ കയ്യിലില്ലാത്തത് കിട്ടുക. അതല്ലെങ്കിലോ ക്ഷേമം എന്ന് പറഞ്ഞാൽ എന്താ? പ്രാപ്തസ്യ രക്ഷണം, ഇപ്പോഴുള്ളത് സംരക്ഷിക്കുക. അപ്പൊ നിനക്ക് കിട്ടേണ്ടത് ഞാൻ കിട്ടുകയും ചെയ്യും, നിന്റെ കയ്യിലുള്ളത് പോകാതിരിക്കാനുള്ള കാര്യം ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. ഇത് ഭഗവാന്റെ ഉറപ്പാണ്. എന്ത് വേണം? അനന്യഭക്തി വേണം. ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത ഭഗവാൻ തന്നെ, ഞാൻ തന്നെയാണ് ഭഗവാൻ, അല്ലെങ്കിൽ ആ പൂർണ്ണമായിട്ടുള്ള ഭക്തി ഉണ്ടാകുന്ന സമയത്ത് യോഗക്ഷേമം ഭഗവാൻ നോക്കുന്നു. വളരെ നമുക്ക് അങ്ങനെയൊക്കെ പറ്റുമോ? ഇല്ല. നമ്മൾ ഒരു ചെറിയ പ്രശ്നം വന്നാൽ തന്നെ നമ്മൾ മാറും. ഇപ്പൊ കൃപാസനത്തിലേക്കൊക്കെ ആൾക്കാർ പോകുന്നതിന്റെ കാര്യം എന്നാ? ഞാൻ ഇത്ര നാൾ ഇങ്ങനെ നമ്മുടെ ഇതെല്ലാം ചെയ്തിട്ട് അവിടെ പോയാൽ ഇത് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഈ പോകുന്നത്.
മനസ്സിലായില്ലേ? പല പല ആൾക്കാർ ഇപ്പൊ മതപരിവർത്തനത്തിന്റെ കാര്യം എല്ലാം എടുത്തു കഴിഞ്ഞാൽ എന്താണ്, എനിക്ക് ഇവിടെ ഞാൻ ഭഗവാനെ ഭജിച്ചു, എനിക്ക് വേണ്ടത് കിട്ടിയില്ല, ഉടനെ വേറെ എവിടെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകും. അവിടെ ചെന്നാൽ കിട്ടുമോ? ഇല്ല. പക്ഷെ ഭഗവാനില് അടിയുറച്ച മനസ്സോടുകൂടി ഭഗവാൻ മാത്രം മതി എന്നുള്ള ഭാവത്തിൽ ഞാൻ നിൽക്കുകയാണ് എങ്കിൽ എനിക്ക് വേണ്ടത് ഭഗവാൻ നൽകും. ഈ ഉറപ്പാണ് നമുക്ക് വേണ്ടത്. ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ചിന്മയാനന്ദ സ്വാമിജിയുടെ ഗുരുവുണ്ട്, തപോവൻ സ്വാമിജി. അദ്ദേഹം ഹിമാലയത്തിലായിരുന്നു, മലയാളിയാണ്. അദ്ദേഹം ഹിമാലയത്തിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹം ഒരു ദിവസം ഏതോ ഒരു ഗ്രാമത്തിൽ നിന്ന് വേറൊരു ഗ്രാമത്തിലേക്ക് പോവാണ്. പണ്ടത്തെ കാലാണ്, 1930 ആ സമയത്താണ്. അപ്പൊ യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ല. അദ്ദേഹം ഇങ്ങനെ പോകുന്ന വഴിക്ക് രാത്രിയായി. ഇനി കാട്ടിൽ കൂടെ യാത്ര പറ്റാത്തത് കാരണം അദ്ദേഹം എന്ത് ചെയ്തു, ഏതോ ഒരു സ്ഥലത്ത് വിശ്രമിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 2 കള്ളന്മാർ അവിടെ എത്തിയെന്ന. അവര് വന്നിട്ട് ഈ വയസ്സല്ല ആളെ കണ്ട ഉടനെ പിടിച്ചു. തന്റെ കയ്യിലുള്ള എല്ലാം തടവെന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ എന്ത് തരാനാ, എന്റെ കയ്യിലൊന്നുമില്ല, ആ കൂടെ ഒരു കാഷായ ഇതുണ്ട്, ഒരു കൗബീനുണ്ട്, ഒരു സഞ്ചി പോലും ഇല്ല, ഞാൻ ഒരു സന്യാസിയാണ് എന്ന് പറഞ്ഞു. എന്നാ ഓ ശരി, താൻ എന്നെ വിട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ അപ്പുറത്ത് ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഇവരുടെ കൂട്ടത്തിൽ ഈ 2 പേരുണ്ടായിരുന്നില്ല, ഇവരുടെ കയ്യിൽ എന്താണ്ട് ആഹാര പദാർത്ഥങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു, അവര് അത് കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ 2 കള്ളന്മാരിൽ ഒരാൾക്ക് ഈ സ്വാമി അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുന്നത് കണ്ടു. സ്വാമി അവിടെ ധ്യാനിക്കോ, ഇവരെ നോക്കിയിരിക്കുകയല്ല, അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ആ സ്വാമിയെ പറ്റി ഇയാൾക്ക് പെട്ടെന്ന് ഒരു ചിന്ത വന്നു. ചിന്ത വന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു, ഇയാളുടെ ഭക്ഷണം എടുത്തോണ്ട് ഈ സ്വാമിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും കഴിച്ചായിരുന്നുള്ളൂ താൻ, വേണമെങ്കിൽ ഇന്നാ ഇത് കഴിച്ചോ എന്ന് പറഞ്ഞു. തപോവൻ സ്വാമി ഇങ്ങനെ നോക്കി ചിരിച്ചിട്ട് തൊഴുതു എന്നാണ്. തൊഴുതിട്ട് പറഞ്ഞു, ഭഗവാനെ, നീ ഇന്ന് എനിക്ക് ആഹാരം തരാൻ വേണ്ടിയിട്ട് ഈ കള്ളന്മാരുടെ രൂപത്തിലാണല്ലോ വന്നത് എന്ന് പറഞ്ഞിട്ട് ആ ആഹാരം മേടിച്ചു. ഈ കാട്ടിൽ കൂടെ നടന്ന, ഒരു ദിവസം മുഴുവൻ നടന്ന ആളെ സ്വാമിജി അന്നൊന്നും കഴിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? പക്ഷെ അന്ന് സ്വാമിജിക്ക് സ്വാമിജിയുടെ യോഗവും ക്ഷേമവും നിറവേറ്റാൻ വേണ്ടിയിട്ട് ഭഗവാൻ കള്ളന്മാരുടെ രൂപത്തിൽ വന്നു എന്നാ, മനസ്സിലായില്ലേ? ആ രീതിയിൽ തപോവൻ സ്വാമിജി കണ്ടു എന്നാ. നമ്മള് ഭഗവാനോട് ചേർന്നിരിക്കുന്ന സമയത്ത് യോഗക്ഷേമം അത് തീർച്ചയായിട്ടും നടക്കുക തന്നെ ചെയ്യും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എന്താണ്, ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ചില സമയത്ത് എന്താണ്, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, നമ്മുടെ ഇഗ്നറൻസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മള് അല്പദേവതകളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അത് കിട്ടണം ഇത് കിട്ടണം എന്നെല്ലാം പറഞ്ഞിട്ട്. അതാണ് 23 to 25 ശ്ലോകങ്ങളിൽ പറയാം. എന്താണ്, നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ദേവകളെ ആചരിക്കുകയാണെങ്കിൽ, ആരാധിക്കുകയാണെങ്കിൽ അവർ ആ ദേവകളെ പ്രാപിക്കുന്നു. പിതൃക്കളെ പൂജിക്കുന്നവർ പിതൃക്കളെ പ്രാപിക്കുന്നു. ഭൂതങ്ങളെ സേവിക്കുന്നവർ ഭൂതങ്ങളെ പ്രാപിക്കുന്നു. എന്നെ ഭജിക്കുന്നവർ എന്നെ പ്രാപിക്കുന്നു എന്ന് ഭഗവാൻ പറയും. ഓക്കെ, നമ്മള് ലിമിറ്റഡ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ളത് കിട്ടും. പക്ഷെ ഓർക്കണം, നമ്മൾ 7ാം അധ്യായം കണ്ടായിരുന്നേ, എന്താണ്, ഈ ദേവതകൾ, അന്യദേവതകൾ തരുന്നതും ആരിൽ കൂടാണ്, ഭഗവാന്റെ തന്നെ അനുഗ്രഹത്തിനെയാണ് തരുന്നത്. മനസ്സിലായില്ലേ? ഭഗവാന്റെ തന്നെ അനുഗ്രഹം. ഇപ്പൊ ഉദാഹരണം ഞാൻ സാധാരണ പറയാറുണ്ട്, അതായത് വീട്ടിലൊരു വേലക്കാരിയുണ്ട്, ജോലിക്കാരി. ആ ചേച്ചിയാണ് കുട്ടിയെ നോക്കുന്നത്. ചില വീട്ടിലെങ്കിലും എന്താണ്, അച്ഛനെ അമ്മയെക്കാളിലും ഈ ജോലിക്കാരിയോടായിരിക്കും പിള്ളേർക്ക് ഇഷ്ടം. കാര്യം എന്നാ, ആ കാര്യം ചോക്ലേറ്റ് ഒക്കെ ഈ ജോലിക്കാരി എടുത്തു കൊടുക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്താ, അച്ഛന്റെ അമ്മയുടെ അടുക്ക ജോലിക്കാരി ചോദിക്കാതെ ഈ ജോലിക്കാരിയുടെ അടുക്ക കുട്ടികൾ പോയിട്ട് ചേച്ചി ചോക്ലേറ്റ് ആന്ന് പറയുമ്പോഴത്തേക്ക് ഇവരെന്നെ ആരും കാണാതെ അച്ഛനും അമ്മയെ എടുത്തു വെച്ചേക്കുന്ന ചോക്ലേറ്റ് എന്റെ അടുത്ത് കൊടുക്കും. നമ്മുടെ അവസ്ഥ ഇത് തന്നെയാ. ഈ ചോക്ലേറ്റ് ആരാ കൊടുക്കുന്നേ? സത്യത്തിൽ അത് അച്ഛനും അമ്മയും എടുത്തു വെച്ചേക്കുന്ന ചോക്ലേറ്റ് ആണ്. കിട്ടുന്നത് ഇവർ കൂടെ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിചാരിക്കേണ്ട ഇവരാ നമുക്ക് തരുന്നതെന്നാ. മനസ്സിലായില്ലേ? ഇതേപോലെയാണ് നമ്മുടെ കാര്യവും. നമ്മൾ ആ ലിമിറ്റഡ് ആയിട്ടുള്ളതിനെ പിടിക്കുമ്പോ എന്താ, ആ ചോക്ലേറ്റ് കൊണ്ട് തീരും. അവർക്കൊരു കേക്ക് മേടിച്ചു തരാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അച്ഛനും അമ്മയാണെങ്കിലോ ആ കേക്ക് ചിലപ്പോൾ നമുക്ക് തന്നത്, കേക്കോ ചോക്ലേറ്റ് അല്ല ഇവിടുത്തെ വിഷയം. നമ്മൾ പറയുന്നത് മനസ്സിലാകുന്നു അല്ലേ? അതായത് നമ്മൾ ആ പരിപൂർണതയിലേക്ക് ഉയരാനൊരു സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യാതെ ലിമിറ്റഡ് ആയിട്ടുള്ളതിന് വേണ്ടിയിട്ട് നിൽക്കും. എന്നിട്ടോ ഭഗവാൻ ഇത് പറഞ്ഞിട്ട് പറയും, നീ ഇത്രയൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈ ഭക്തി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. എന്താണ്, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തിയുപകൃതം അസ്നാമി പ്രയതാത്മനഃ. നീ എനിക്ക് വേണ്ടിയിട്ട് എന്ത് തന്നാ മതി, ഭക്തിയോടുകൂടി ഇലയോ പൂവോ പഴമോ ജലമോ ഇതിൽ എന്തെങ്കിലുമൊക്കെ തന്നാ മതി. ഭക്തി വേണമെന്ന് മാത്രമേ. അതായത് നീ എനിക്ക് 1000 രൂപയുടെ വഴിപാട് കഴിച്ചാലേ ഞാൻ നിന്നെ പ്രസാദിക്കുള്ളൂ, അങ്ങനല്ല. ഇതെല്ലാം അമ്പലത്തിലെന്ന് പറഞ്ഞ കമ്മിറ്റിക്കാർ നമ്മളെ ഓടിക്കും. അങ്ങനെ സ്വാമി കൂടുതൽ വഴിപാടിനെ പറ്റിയൊക്കെ പറയാനൊക്കെ പറയും. അങ്ങനല്ല.
ഈ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ആ ആ എന്താ പാഞ്ചാലി ഒരു ചെറിയ ഇല പത്രം എന്ത് ഉപയോഗിച്ച് കഴുകി വെച്ച പാത്രത്തിലെ ചെറിയൊരു പത്രം അത് കൊടുത്തപ്പോ കൃഷ്ണന്റെ വയറ് നിറഞ്ഞു എന്നാ അല്ലേ? ആ കഥ കേട്ടിട്ടില്ലേ? പിന്നെ കഥയൊക്കെ കേട്ടിട്ടുണ്ട്, അത് ഞാൻ പറയാൻ പോകുന്നില്ല. അതല്ലെങ്കിലോ ഒരു പൂവ്, ആരാ ഗജേന്ദ്രൻ ഒരു പൂവ് എടുത്ത് കൊടുത്തേ ഉള്ളൂ. ഒരു താമരപ്പൂ കൊടുത്തോടെ ഭഗവാൻ പറന്നെത്തിന്നാ. ഗരുഡന് പുറകെ ഓടിച്ചിട്ട് പിടിക്കേണ്ടി വന്നു ഭഗവാനെ, അത്ര സ്പീഡിൽ വന്നു. ഫലം ആ ശബരിയുടെ കടിച്ചിട്ട് എച്ചിലായ പഴം ഭഗവാന് തിന്നാൻ പറ്റില്ല. അത് ഭക്തിക്കാണ് പ്രാധാന്യം, മനസ്സിലായില്ലേ? അതോടുകൂടി അപ്പൊ ഭക്തി അത്ര സിമ്പിൾ ആണ് എന്നാണ്. ഭക്തി അത്ര സിമ്പിളാണ്. അത്ര സിമ്പിൾ അല്ലേ, നമ്മുടെ ഭാവം അത്രയും, നമ്മൾ അത്ര ശുദ്ധരായിരിക്കണം. എങ്കിലും എന്താ ഭഗവാൻ ഒന്നും ആലോചിക്കുന്നില്ല, നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് കഴിച്ചോളൂ. 27 ശ്ലോകം 26, 27 എന്താണ് ആ ഭക്തിയുടെ സിംപ്ലിസിറ്റിയാണ്, ഈസിനെസ് ഓഫ് ഡിവോഷൻ ആണ് കാണിക്കുക. എന്താ അർജുന, നീ യത് കരോഷി യജ്ഞാസി യജ്ജുഹോസി ദദാസി യത് തപസ്യസി കൗന്ദേയ തത്കുരുഷ്വമതർപ്പണം. നീ യാതൊന്ന് ചെയ്യുന്നുവോ, യാതൊന്ന് ഭുജിക്കുന്നുവോ, യാതൊന്ന് ഹോമിക്കുന്നുവോ, യാതൊന്ന് കൊടുക്കുന്നുവോ, യാതൊരു തപസ് സാധന ചെയ്യുന്നുവോ, അതൊക്കെ എനിക്ക് അർപ്പണമായിട്ട് ചെയ്താൽ മതി. നീ എന്ത് ചെയ്താലും നീ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തോളാം. അത് ഭക്തിയോടുകൂടി ചെയ്യാം. സിമ്പിൾ അല്ലേ? ഞാൻ എന്ത് ചെയ്താലും അത് ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ള ഭാവത്തില് ചെയ്യുന്നു. പിന്നെയോ 28ാമത്തെ ശ്ലോകത്തില് അതിന്റെ ഒരു 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 എന്താണ് ഫലത്തിനെ പറ്റി പറയുന്നു. എന്താണ്? ഇപ്രകാരം ശുഭാശുഭ ഫലങ്ങളോട് കൂടിയ കർമ്മബന്ധനങ്ങളിൽ നിന്ന് നീ മുക്തനായി ചെയ്യും. നീ ഇങ്ങനാണ് ജീവിക്കുന്നത് എങ്കിൽ, ഭക്തിയോടുകൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ നീ മുക്തനായിട്ട് തീരും. സന്യസ്യ യോഗയുക്തനായ നീ വിമുക്തനായിട്ട് എന്നെ പ്രാപിക്കുകയും ചെയ്യും, എന്നിലേക്ക് നീ എത്തിച്ചേരുകയും ചെയ്യും. എന്നിട്ടോ 29 ഭഗവാൻ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കും. എന്താണ്? നീ ഒരിക്കലും വിചാരിക്കേണ്ട, എന്താ പത്രം പുഷ്പം പോലെ അത് മതിയോ ഭഗവാനെ എന്നെല്ലാം വിചാരിക്കുന്ന സമയത്ത് ഭഗവാൻ പറയടാ, ഞാന് ആരിലും പാർഷ്യൽ അല്ല, ഞാൻ വളരെ ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ആരാണ്. അതായത് സമൂഹം സർവഭൂതേഷു നമേ ദേഷ്യോസി പ്രിയ ഏ ഭജന്തി തുമാം ഭക്തിയാ മയിതേ തേഷു ചാപ്യഹം. ഞാൻ സർവ്വജീവികളിലും തുല്യനാകുന്നു, എനിക്ക് അപ്രിയനില്ല പ്രിയനുമില്ല. എന്നാൽ ആരെന്നെ ഭക്തിയോടുകൂടി ഭജിക്കുന്നുവോ അവർ എന്നിലും ഞാൻ അവരിലും സ്ഥിതി ചെയ്യും. ഇവിടെ എനിക്കിങ്ങനെ കേരളീയരോട് എനിക്ക് പ്രത്യേക ഇത് അടുപ്പം, അല്ലെങ്കിൽ അവരോട് പ്രത്യേക ദേഷ്യ, അങ്ങനൊന്നും ഇല്ല. ആരാണോ ഭക്തിയോടുകൂടി സ്മരിക്കുക. ഇപ്പൊ ചോദ്യം വരും, എന്താ ഭക്തി, എന്താ ഉപാസന എന്നൊക്കെ ചോദ്യം വരും. അതാണ് 12ാം അധ്യായത്തിൽ ഭഗവാൻ ഇനി വിശദീകരിക്കാൻ പോവാം. മനസ്സിലായില്ലേ? ആ ശ്ലോകമില്ലേ, അനന്യാസിന്തേന്തോമാം യജന പര്യുപാസതേ. എന്താ ഉപാസന, എന്താ അനന്യ ഭക്തി എന്നെല്ലാം ചോദ്യം വരുമ്പോ അതിനെ 12ാം അധ്യായത്തിൽ ഭഗവാൻ വിശദീകരിക്കും. അപ്പം ഈ ഭക്തിക്കാണ് പ്രാധാന്യം, അല്ലാതെ നിങ്ങൾ ആരാണെന്നൊന്നും നോക്കില്ല. ആരാണോ ഭക്തിയോടുകൂടി നിൽക്കുന്നത് അവരിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു, അവരെന്നിലും സ്ഥിതി ചെയ്യുന്നു. അഭിചേത് സുദുരാചാര ഭജന്തേ മാമനന്യ വാക്സാദുരേവ സബന്ധവ്യ സമ്യക് വ്യവസിതോസി. കൊടിയ ദുരാചാരിയാണെങ്കിൽ പോലും എന്നെ അന്യചിന്ത കൂടാതെ ഭജിക്കുന്നുവെങ്കിൽ അവനെ നല്ലവനായി തന്നെ കരുതണം. അത് ഭക്തി നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നു. ഉദാഹരണം നമ്മള് എത്ര ഉദാഹരണങ്ങളാണ് ഉണ്ടാക്കുന്നത് അല്ലെ? രാമായണം എഴുതിയ വാൽമീകിയാകട്ടെ, എത്ര പേര്, എത്ര അക്ഷരമായി എത്ര പേര് ഒരു ഭക്തിയോടുകൂടി സ്മരിക്കുമ്പോ അവര് ആ ട്രാൻസ്ഫോർമേഷനിലേക്ക് വരുന്നു. എന്നിട്ടോ 30-31 ശ്ലോകങ്ങൾ അതാണ്. വേഗത്തിൽ അവയാൾ ധർമാത്മാവാകുന്നു, ഭക്തി ഉണ്ടാകുന്ന ക്ഷത്രം ഭവതി ധർമാത്മാ ശശ്വശാന്തി നിഗച്ഛതി കൗന്ദേഹ പ്രതിജാനീഹി അമേ ഭക്ത പ്രണശ്യതി. ഇത് ഭഗവാന്റെ ഉറപ്പാണ്. എന്താണ്? ആരാണോ എന്റെ ഭക്തനാകുന്നത്, അല്ലയോ അർജുന എന്റെ ഭക്തൻ നശിക്കില്ല എന്ന് നീ തീർച്ചയായും അറിഞ്ഞുകൊള്ളുക. ഞാൻ ആ ഭഗവാന്റെ ഭക്തനാണെങ്കിൽ ഞാൻ ഒരിക്കലും നശിക്കില്ല. നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല. ഇത് കണക്ക് ആരെങ്കിലും ഉറപ്പ് വരുമോ? ഇല്ല. ഇത്രയും ഗംഭീര ഉറപ്പ് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. നോക്കട്ടെ എന്നെല്ലാം പറയും. ഇല്ലില്ല. നീ ഭക്തനാണോ? ആണെങ്കിൽ നീ നശിക്കില്ല. എങ്ങനെ ഭക്തനാകാം അത് നമുക്ക് കാണാം. ഇനിയുള്ള അധ്യായങ്ങളൊക്കെ വരുമല്ലോ. മേ ഭക്ത പ്രണശ്യതി. എന്നിട്ടോ ഇനി ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇതുണ്ടാകാൻ വേണ്ടിയിട്ട് നീ ആരാണെങ്കിലും, ഏത് തലത്തിൽ നിൽക്കുന്ന ആളാണെങ്കിലും നിനക്ക് അതിന് സാധിക്കും. ഇതാണ് അർജുന,
സ്ത്രീകൾ, വൈശ്യർ, ശൂദ്രൻ, ഇങ്ങനെ പാപയോനികളിൽ പോലും ആരൊക്കെയുണ്ടോ അവരും എന്നെ ശരണം പ്രാപിച്ചിട്ട് പരമഗതി പ്രാപിക്കുന്നു. പുണ്യാത്മാക്കളായ ബ്രാഹ്മണരും അതേപോലെ ഭക്തരായ രാജർഷികളുടെയും കാര്യം പിന്നെ പറയണം. അതായത് ആരാണെങ്കിലും അവരെന്നിലെത്തും. വിവാദ പരാമർശമാണ്. സ്ത്രീകളെ പറ്റി പറഞ്ഞു, അതല്ലെങ്കിലാണ് വൈശ്യരെ, ശൂദ്രരെ പറ്റി പറഞ്ഞു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വരും. ഇതിടയ്ക്ക് എന്താ മറ്റേ അരുൺ, എന്നാ റിപ്പോർട്ടർ ചാനലിലെ അരുണൊക്കെ ഇതെടുത്ത് കോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ശ്ലോകങ്ങളൊക്കെ. ഇവിടെ നമ്മള് എന്താ പാപയോനി എന്നെല്ലാം പറയാൻ ജന്മം കഴിഞ്ഞ കാലത്തെ പാപം മൂലം ഉണ്ടാകുന്നു എന്നെല്ലാം ആണ് പറയുക. പക്ഷെ അതുകൊണ്ടാണ് പറയാ എന്താണ് മരം, പക്ഷി, മൃഗങ്ങൾ ഇത്യാദി കാര്യങ്ങള് എല്ലാം പാപയോനിയാണ് എന്നും ദേവൻ അതൊക്കെ എന്താണ് പുണ്യയോനിയാണ് എന്നും മനുഷ്യൻ മിശ്രയോനിയാണ് എന്നെല്ലാം പറയാം. ഇവിടെ പറയുന്നത് ദർശനങ്ങൾ പറയുക മനസ്സിനെ പറ്റിയാണ്, ശരീരത്തിനെ പറ്റിയല്ല. ഇവിടെ ശൂദ്രൻ, വൈശ്യൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഗുണത്തിനെയും കർമ്മത്തിനെയും പറ്റിയാണ്. നമ്മൾ 4-ാം അധ്യായത്തിൽ ഇത് കണ്ടിട്ടുണ്ട്. ഇനിയോ വൈശ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, കച്ചവട മനസ്ഥിതിയുള്ള ആള്. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലും അവൻ ഭഗവാനെ വെച്ചാണ് കച്ചവടം നടത്തുന്നതല്ല നമ്മൾ പറയാറില്ലേ, അമ്പലമൊട്ട് കങ്ങ് വിഴുങ്ങി എന്നെല്ലാം പറയാറില്ലേ. പക്ഷേ അയാള് എന്താണ് ഭഗവാനുമായി ബിസിനസ് നടത്തിയോ എന്നുള്ളതാണ് ചോദ്യം. ഭഗവാനെ വെച്ച് ബിസിനസ് നടത്തുന്നതല്ല വേണ്ടത്, ഭഗവാനോട് ബിസിനസ് നടത്തി എന്നുള്ള, ഭഗവാനായിട്ട് അയാൾക്ക് എന്തെങ്കിലും ബിസിനസ് ഉണ്ടെന്നാണ് നോക്കേണ്ടത്. മനസ്സിലല്ലേ? അതല്ലെങ്കിലോ ശൂദ്രൻ, അതായത് ശൂദ്രൻ എന്ന് പറഞ്ഞാൽ അയാൾ സ്തംഭനാവസ്ഥയാണ്, സ്റ്റക്കായി നിൽക്കും എല്ലായിടത്തും. ഒരു കാര്യം ചെയ്യും, എന്റെ സൗണ്ടിന്റെ കാര്യം പറഞ്ഞനക്കാം, ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകും. അങ്ങനെ അല്ല, ഇയാൾ ഭഗവാനിൽ സ്റ്റക്കായി എന്നുണ്ടാകും. ഇനിയോ സ്ത്രീ എന്ന് പറഞ്ഞാലോ, അത് ഈ സ്ത്രീ ശരീരത്തിനെ പറ്റി അല്ലേ കേട്ടോ പറയാ, ആ മനസ്സിനെ പറ്റിയാ. എന്താണ് അവർക്ക് അവർ ഒബ്ജക്റ്റീവ് ആകുന്നതിനേക്കാൾ കൂടുതൽ അവർക്കൊരു അറ്റാച്ച്മെന്റ് കുറച്ച് കൂടുതലായിരിക്കും. മനസ്സിലല്ലേ? ഇവർ ഭഗവാനിൽ അറ്റാച്ച്ഡ് ആയോ എന്നുള്ളതാണ് ചോദ്യം. ഈ രീതിയിലുള്ളവരാണെങ്കിൽ പോലും ഭഗവാനിൽ അവരും എന്നെ പ്രാപിച്ചിട്ട് പരമഗതി പ്രാപിക്കും. അങ്ങനാണെങ്കിലോ ഗംഭീരമായിട്ട് ചിന്തിക്കുന്ന ബ്രാഹ്മണരോ, ഇത് മറ്റേ പൂണൂലിട്ട് ബ്രാഹ്മണരെ പറ്റിയിട്ടല്ല കേട്ടോ ഇവിടുത്തെ ചിന്ത, ബ്രഹ്മത്തിനെ അറിഞ്ഞവരായിട്ടുള്ള ആ ബ്രാഹ്മണരോ അല്ലെങ്കിൽ അതേപോലെ ഭക്തരായ രാജർഷികളോ, അവരുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അവർ ഉറപ്പായിട്ടും എന്നിൽ തന്നെ വന്നു ചേരും. അതുകൊണ്ട് നീ എന്ത് ചെയ്യൂ? രാഷ്ട്രശ്ലോകം മന്മന ഭവമദ്ഭക്തഃ മദ്യാജീമാം നമസ്കുരു മാമേവൈഷ്യസിയുക്തൈവം ആത്മാനം മത്പരായണം. എന്നിൽ തന്നെ മനസ്സുറപ്പിക്കൂ, എന്റെ ഭക്തനായി തീരൂ, എന്നെ യജിക്കുന്നവനായി ഭവിക്കൂ, എന്നെ നമസ്കരിക്കൂ. ഇങ്ങനെ എന്നെ തന്നെ പരമലക്ഷ്യമായി കരുതി വ്യക്തിത്വത്തെ എന്നിൽ ചേർത്താൽ എന്നെ തന്നെ നീ പ്രാപിക്കും. രാജവിദ്യ, രാജഗുഹ്യം. അത് എങ്ങനെ അനുഭവിക്കാൻ പറ്റും? ഒരു ജ്ഞാനീഭക്തനായിട്ട്, അനന്യഭക്തനായിട്ട് ഉയർന്ന് നീ അത് അനുഭവിക്കൂ. അതിലേക്ക് അനന്യഭക്തിയോടുകൂടി ചെയ്യാൻ എന്ത് ചെയ്യണം? എന്നെ തന്നെ മനസ്സുറപ്പിക്കൂ, എന്റെ ഭക്തനായി തീരൂ, എന്നെ യജിക്കുന്നവനാകൂ, എന്നെ നമസ്കരിക്കൂ. അങ്ങനെ ചെയ്താൽ അതിനെന്റെ എന്തെങ്കിലും എക്സ്ട്രാ സാധനങ്ങളും എല്ലാം വേണോ? വേണ്ട. പിന്നെ പത്രം, പുഷ്പം, ഫലം, തോയം എന്തെങ്കിലുമൊക്കെ മതി. പക്ഷെ നീ ഭക്തിയോടുകൂടി എന്നെ സമർപ്പിച്ചാൽ നിനക്ക് ഉയരാൻ പറ്റും. ഏകദേശം ഞാനൊന്ന് ഓടിച്ചൊക്കെ കണ്ടു എന്നാണ് വിചാരിക്കുന്നത്. എനിക്കറിയാം ഇത്തിരി സ്പീഡൊക്കെ ആണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു രീതിയിലേക്ക് നമുക്ക് നിൽക്കാൻ പറ്റും. എല്ലാം ഈശ്വരൻ തന്നെയാണ്, അത് ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ ലോകത്തിന്റെ വ്യത്യാസങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ലോകത്തിനെ ചിരിച്ചുകൊണ്ട് നേരം എനിക്ക് ഉയരണമെങ്കിൽ ഏറ്റവും മികവിനോട് ഞാൻ കണക്ഷൻ വെക്കണം. ആ മികവാണ് ഭഗവാൻ. ആ മികവിനോട് ഏറ്റവും കണക്റ്റഡ് ആകുന്ന സമയത്ത് ഞാൻ ഓട്ടോമാറ്റിക്കലി അതിൽ തന്നെയാകും. സാധാരണ ഭക്തിയെ പറ്റി എന്താ പറയാ? ഉയർന്നതിനോടുള്ള സ്നേഹത്തിനെയാണ് ഭക്തി എന്ന് പറയാം. ആ ഒരു സ്നേഹം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. എന്തിനോട്? ഉയർന്നതിനോട് നമ്മൾ സ്നേഹത്തോടുകൂടി ഇരിക്കാൻ, നിഷ്കാമമായിട്ട് സ്നേഹിക്കാൻ പഠിക്കുക. അതിന് വേറെ എക്സ്ട്രാ സാധനങ്ങളുടെ ഒന്നും കാര്യം വേണ്ട. നമ്മൾ അത് ചിന്തിച്ചാൽ, തീരുമാനിച്ചാൽ മാത്രം മതി. ഇത്രയാണ് നമുക്ക് ഇത് കാണാനും കേൾക്കാനായിട്ടുള്ളത്. ഞാൻ ഏകദേശം ഒന്ന് കവർ ചെയ്ത് പോയിട്ടുണ്ട്. എനിക്കറിയാം ഇത്തിരി ഓടിച്ചൊന്ന്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉള്ളതുപോലെ. ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരി ഓം. അപ്പൊ സ്വാമിജി, നമ്മള് ജഗത്തിനെ മിഥ്യയായിട്ട് കാണുമ്പോൾ ദുഃഖം, ദേഷ്യം, ഇറിറ്റേഷൻ വരാതിരിക്കുന്നു, കുറയും. പക്ഷെ അതേ സമയത്ത് നമുക്ക് ശ്രദ്ധിച്ച് കർമ്മങ്ങൾ ചെയ്യാൻ
അതൊരു ബാധകമാകും. എന്ന് പറഞ്ഞാൽ ഇത് ലോകം ഒരു മിഥ്യയാണ്, ഇതിനകത്ത് ഇങ്ങനെ വലിയ ശ്രദ്ധിച്ചൊന്നും ചെയ്യണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാവും. അങ്ങനെ സീരിയസ്നെസ് അതിന് എന്തെങ്കിലും ചെയ്യുന്ന കാര്യം ശ്രദ്ധിച്ച് ചെയ്യാതിരിക്കാൻ ഉള്ള ഒരു കാരണമാകും നമ്മള്. അങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ആചാര്യന്മാർ, ഇപ്പം ഞങ്ങളൊക്കെ സാന്ദീപനിയിൽ പഠിക്കുന്ന സമയത്തെ, സാന്ദീപനി സാധനാലയം എന്നാണ് എന്റെ പേര്. എനിക്കറിയാം, എപ്പോഴും എന്നെ പരിചയപ്പെടുത്താൻ നോക്കുമ്പോഴത്തേക്ക് ആ പേര് ഇത്തിരി വട്ടം കൊടുപ്പിക്കും. ഓക്കെ, സാന്ദീപനി സാധനാലയം എന്നാണ് പറയാ, ബോംബെയിലാണ്. അവിടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ചില ഹയർ ടെക്സ്റ്റുകളുണ്ട്. ഇപ്പൊ മാണ്ഡൂക്യ ഉപനിഷത്ത്, മാണ്ഡൂക്യ കാരിക എന്നെല്ലാം പറയുന്ന ടെക്സ്റ്റ് പഠിപ്പിക്കുന്ന സമയത്ത്, ബ്രഹ്മസൂത്ര ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ആചാര്യൻ പറയും, നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന സാധനയുടെ ഡബിൾ ചെയ്യാൻ പറയും. കാര്യം എന്താന്ന് വെച്ചാൽ, വളരെ ശക്തമായിട്ട് ലോജിക്കലി നമുക്ക് കൺവിൻസ്ഡ് ആകും എന്ത്, ഈ ലോകം മിഥ്യയാണ് എന്നുള്ളത്. ലോജിക്കലി കൺവിൻസ്ഡ് ആവും, അത്രേ ഉള്ളൂ, അനുഭവിച്ചിട്ടില്ല, എനിക്ക് കൺവിൻസ്ഡ് ആവും. അപ്പൊ ഈ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺവിൻസ്ഡ് ആവുമ്പോ ഞാൻ എനിക്ക് താല്പര്യമുള്ള സ്ഥലത്തെ ഇത് കയറി ഉപയോഗിക്കത്തുള്ളൂ. എനിക്ക് ചായ കിട്ടിയില്ലെങ്കിൽ ഞാൻ ബഹളം ഉണ്ടാക്കും. പക്ഷേ ഞാൻ ഒരാൾക്ക് ചായ കൊണ്ട് കൊടുക്കേണ്ട സമയത്ത് നിങ്ങൾക്ക് എന്തിനാ ചായ, ഈ ലോകം മിഥ്യയല്ലേന്ന് ഞാൻ ചോദിക്കും. ഓക്കെ, അപ്പം ഇങ്ങനൊരു അലേർട്ട്നെസ്സിൽ നിന്ന് താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സാധന പെർഫെക്റ്റ് ചെയ്യണം. അപ്പൊ ആചാര്യന്മാർ പ്രത്യേകിച്ച് എന്റെ എല്ലാ ആചാര്യൻ എന്നെ ഞങ്ങളൊക്കെ പറയായിരുന്നു, മാണ്ഡൂക്യൊക്കെ പഠിക്കുന്ന സമയത്ത്, നിങ്ങൾ ഇപ്പം എത്രയാണോ സാധന ചെയ്യുന്നത് അതിന്റെ ഡബിൾ ആക്കണം. കാര്യം അങ്ങനെയുള്ള സമയത്ത് ഇത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് വരില്ല, ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ, കോൺട്രറി തിങ്കിങ് ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സാധ്യതയുണ്ട്. ചില ആൾക്കാര് പറയുന്ന കേട്ടിട്ടില്ല, ഇതിന്റെ ഒന്നും കാര്യമില്ല, എന്നാൽ അടിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എന്താ, അവര് കുറച്ചെന്താണ്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ സാധനയിൽ പിടിപ്പില്ലാത്തത് കൊണ്ട് തന്നെ അവര് ഇത് മതി എന്നങ്ങ് വിചാരിക്കും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് ആദ്യത്തെ ക്ലാസ്സിലല്ലല്ലോ നമ്മൾ ഇതിനെപ്പറ്റി പറയുന്നത്. ഇപ്പൊ എത്ര നാളായി നമ്മൾ ഭഗവത്ഗീത പഠിച്ചിട്ട് 9ാമത്തെ അധ്യായത്തിൽ വരുമ്പോഴാണ് നമ്മൾ വിദ്യ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വരുന്നത്. ആദ്യം 3ാം അധ്യായത്തിൽ എന്താ, കർമ്മയോഗം ചെയ്യണം എന്നാ പറഞ്ഞത്. ആ കർമ്മയോഗം കൃത്യമായിട്ട് ചെയ്തു വന്ന ഒരാൾക്ക് ഇത് മിഥ്യ എന്ന് പറയുമ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. മനസ്സിലായല്ലേ? 3ാം അധ്യായത്തിൽ നമ്മൾ കൃത്യമായി, 2ാം അധ്യായം തൊട്ടേ നമ്മൾ കർമ്മയോഗം കാണുകയാണ്. ഓക്കെ, ആ കർമ്മയോഗം കാണുന്ന സമയത്ത് അത് ചെയ്ത് അതിൽ പാകത വന്ന ഒരാൾക്ക് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നമ്മൾ അത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ കൺഫ്യൂഷൻ വരാൻ സാധ്യത. അങ്ങയുടെ ചോദ്യം വളരെ കൃത്യമാണ്. കാര്യം പലപ്പോഴും നമ്മൾ കാണുന്നത് ഇങ്ങനത്തെ ഒരു ഡിസ്ട്രാക്ഷൻ ആണ്. പക്ഷെ അത് വരാൻ പാടില്ല. കാര്യം എന്നാ, നമ്മൾ കർമ്മയോഗം ചെയ്ത് നമ്മൾ ഉറപ്പിക്കണം, ഉപാസന ചെയ്ത് നമ്മൾ ഉറപ്പിക്കണം. അങ്ങനെയുള്ള ഒരാളാണ് ആ ലോകം മിഥ്യയാണ് എന്ന് മനസ്സിലാക്കുന്നതേ. ഓക്കെ, അറിയാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? 1 മിനിറ്റ് കൂടെ ഉണ്ട്. അറിയും സ്വാമിജി, ഇന്നലെ നമ്മുടെ രാമകൃഷ്ണ പരമഹംസരുടെ ജീവിതത്തില് ഇങ്ങനെ പല പല മതങ്ങളും പ്രാക്ടീസ് ചെയ്ത് അതെല്ലാം സത്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർ പറയും അങ്ങനെ നടന്നിട്ടില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ സ്വാമിജി പറഞ്ഞല്ലോ, നമുക്ക് ഒരു പ്രാവശ്യം സത്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അത് മറക്കത്തില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഒരു മതം, ഞാൻ ഈ കാളിയെ പൂജിച്ച് ഞാൻ കാര്യം മനസ്സിലാക്കി, അത് കഴിഞ്ഞിട്ട് അടുത്ത മതം സത്യമാണോ എന്ന് എങ്ങനെയാണ് അറിയുന്നത്? ഞാൻ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞത്, പിന്നെ ഏത് മതം ഞാൻ ചെയ്താലും എനിക്ക് ഓൾറെഡി അറിവായി കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ എങ്ങനെയാണ് വേറെ മതങ്ങളെല്ലാം സത്യമാണെന്ന് പറഞ്ഞത്? അത് ആലങ്കാരികമായിട്ടായിരിക്കും ജി. പക്ഷെ അദ്ദേഹം പല പ്രാക്ടീസുകൾസും അദ്ദേഹം ചെയ്തിരുന്നു എന്നാണ്. മഹാത്മാക്കളെ നമുക്ക് കൃത്യമായിട്ട് വിശകലനം, നമ്മൾ സ്ഥപ്രജ്ഞ ലക്ഷണം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് മഹാത്മാക്കളെ എന്താണ് അവർ മനസ്സിലാക്കിയെന്നും അത് പറഞ്ഞു തന്ന ഒരാളുടെ വാക്ക് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ആത്യന്തികമായിട്ട് അദ്ദേഹം എന്താണ്, എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് അറിഞ്ഞിട്ടുണ്ട്. ഇനി രാമകൃഷ്ണ പരമഹംസരുടെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് അദ്ദേഹം പറയും, എനിക്ക് പഞ്ചസാര ആകാൻ താല്പര്യമില്ല, പഞ്ചസാര രുചിക്കുന്ന അതാണ് എനിക്ക് ആവേണ്ടത്. അതായത് പഞ്ചസാര എന്ന് പറഞ്ഞാൽ അദ്വൈത ദർശനത്തിനെ പറ്റിയിട്ടാണ് പറയാ. നീ ആ പഞ്ചസാര തന്നെയാണ്, അല്ലല്ല, എനിക്ക് പഞ്ചസാരയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എന്താണ്, പഞ്ചസാര രുചിച്ച ആ ഒരു അനുഭൂതി നേടേണ്ട ആളായിട്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അങ്ങനെയാണ് വായിച്ചിരിക്കുക, ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുക. ഇനി അങ്ങ് പറഞ്ഞ രീതി വെച്ചാൽ ഞാനും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് അദ്ദേഹം ഇന്ന ആൾക്കാരെയൊക്കെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നെല്ലാം ആണ് നമ്മൾ കേട്ടിരിക്കുക. അതും ഫിലോസഫിയും രണ്ടാണ്. അതായത് നമ്മൾ പറയുന്നത് മതം എന്ന് പറയുന്നത് എന്താണ്? മതം എന്ന് പറയുന്നത് ഈ ഫിലോസഫിയുടെ ഒരു സ്ട്രക്ചറിലേക്ക് എത്തിക്കാനുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഉദാഹരണം പറഞ്ഞാല്, എനിക്ക്
അങ്ങയുടെ സ്ഥലം എവിടെയാണ്? പാലക്കാട്. എവിടെയാണ് സ്ഥലം? നമ്മള് ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ കൃത്യ സ്ഥലങ്ങൾ എനിക്ക് ആരുടെ അറിയത്തില്ല. ഞാ- ഇനി ഞാൻ നിങ്ങൾക്ക് എറണാകുളത്തേക്ക് വരാൻ 2-3 മാർഗങ്ങളുണ്ട്. ഒന്ന് ട്രെയിനിൽ വരാം, അല്ലെങ്കിൽ ബൈക്കിൽ വരാം, അതല്ലെങ്കിൽ കാറിൽ വരാം. ഇപ്പൊ വാട്ടർ മെട്രോ വന്നേക്കുന്ന കാരണം വാട്ടർ മെട്രോയിൽ വരാം. ഏതെങ്കിലും ഒരു പ്രാവശ്യം എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ വന്നു, അങ്ങനാണ്. പക്ഷെ മറ്റേ വഴി കൂടെ വരാം എന്നും കൂടെ കാണിക്കുകയായിരുന്നു എന്ന് പറയാറുണ്ട്. മനസ്സിലായില്ലേ? പല രീതിയിൽ വരാം എന്നുള്ളതാണ്. അപ്പം ഈ മതം, ആ വാക്ക് ഇത്തിരി പ്രശ്നമാണ്. പ്രശ്നം വേറെ ഒന്നുമല്ല. മതം എന്ന് പറഞ്ഞ ഒരു വാക്ക് അഭിപ്രായം എന്നാണല്ലോ. അപ്പം സത്യത്തില് ഈ ഫിലോസഫിയെ, ഈ അദ്വൈതമാകുന്ന ദർശനത്തിനെ, അതിനെ അതിനെ എന്താണ്, അതിനെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഈ മതത്തിൽ കൂടെ എന്നാണ്. അപ്പം അങ്ങനെ എല്ലാ മതത്തിൽ കൂടെ അവസാനം എനിക്ക് അദ്വൈത ദർശനത്തിലേക്ക് എത്താൻ പറ്റി എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു എന്നാണ് ഇവർ പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ എന്ന് എനിക്ക് മനസ്സിലായില്ല, എന്നോട് പറയാം. അതായത് മതം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫിലോസഫിയെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആചാര്യന്മാർ നമ്മുടെ മുമ്പിലേക്ക് വെച്ചേക്കുന്ന. ഉദാഹരണം പറഞ്ഞാൽ എന്റെ ഫിലോസഫി എന്താണ്? എന്റെ ഫിലോസഫി, നമ്മുടെ ഫിലോസഫി അദ്വൈതമാണ് എങ്കിൽ എല്ലാം ഈശ്വരൻ തന്നെയാണ്, എല്ലാം ഒന്നേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ഫിലോസഫി എന്ന് നോക്കുക. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു സ്ട്രക്ചറാണ് ഈ മതത്തിൽ കൂടെ എന്നാണ്. അപ്പൊ നമ്മൾ മതത്തിൽ കൂടെ നടത്തുന്ന ഓരോ ആചാര അനുഷ്ഠാനങ്ങളും നമ്മളെ ഈ ഫിലോസഫിയിലേക്കാണ് എത്തിക്കേണ്ടതെന്നാണ്. അപ്പൊ ആ രീതിയിൽ അദ്ദേഹം പല രീതിയിൽ വന്ന് ഇതിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നാണ് അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ ഈ മഹാത്മാക്കളെ നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു എക്സ്ക്യൂസിൽ ഞാൻ ഈ സാധനത്തിനെ സാധാരണ വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ശരി ശരി. ഹരിയമ്മ ഹരിയോം ഹരിയമ്മ വിജയക്ക പറഞ്ഞോളൂ. ഹരിയോം സ്വാമിജി, ഒരു ഡൗട്ട് ഉണ്ട്. അതായത് കഴിഞ്ഞ ജന്മത്തിലെ കർമ്മത്തിന്റെ ഫലമാണ് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നതെന്ന് സാധാരണ ഈ ജ്യോതിഷന്മാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാ അങ്ങനെ വരിക? കഴിഞ്ഞ ജന്മത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യല്ലേ? പിന്നെ എങ്ങനെയാ അത് പിന്നെ അടുത്ത ജന്മത്തിലേക്ക് അനുഭവിക്കണമെന്ന് പറയണതിൽ എത്ര അർത്ഥമുണ്ട്? അങ്ങനെയാണ് അമ്മ നമ്മുടെ പുനർജന്മ സിദ്ധാന്തമൊക്കെ പറയുന്നത്. അതാണ്. അതായത് എത്ര അർത്ഥമുണ്ട് എന്നുള്ളതല്ല, ഇവര് പറയുന്നത് സഞ്ചിത പ്രാരാബ്ധ ആഗാമി കർമ്മങ്ങളെ പറ്റി. ഇതൊരു വലിയ ടോപ്പിക്കാണ്, എങ്കിൽ കൂടെ പെട്ടെന്ന് പറയാം. അതായത് അമ്മ, ഞാൻ ഈ ജന്മത്തില് ചെയ്ത കർമ്മങ്ങൾ, ഈ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങൾ ചിലതിന്റെ റിസൾട്ട് ഇപ്പൊ കിട്ടും, ചിലതിന്റെ റിസൾട്ട് ഇപ്പൊ കിട്ടുന്നില്ലായിരിക്കും. അത് ചിലപ്പോ നമ്മുടെ സഞ്ചിതവുമായിട്ട് ചേരും. അങ്ങനെയാണ്. ഓക്കെ. അതിനുശേഷം ഇത് പിന്നെ, അതായത് എന്റെ ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് അടുത്ത ജന്മത്തിന്റെ സമയത്ത് ഇതിൽ കുറച്ച് കാര്യങ്ങൾ എടുത്ത് ഫ്രക്ടിഫൈ ചെയ്തിട്ടാണ് ഞാൻ അടുത്ത ജന്മം എന്ത് വേണം എന്ന് തന്നെ തീരുമാനിക്കുക. അത് എങ്ങനെ ആവും നമുക്കിപ്പോ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുക, ഈ ജന്മത്തിൽ ഇപ്പൊ ഇവിടെ വെച്ച് മോക്ഷം നേടണം എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് പലപ്പോഴും എന്താണ്, അല്ലെങ്കിൽ ഞാൻ ഇനി ഒരു മനുഷ്യ ജന്മം ഉണ്ടായിരിക്കുന്നതിന് കാരണം എന്റെ മുജ്ജന്മങ്ങളില് ഞാൻ ചെയ്ത പുണ്യപാപങ്ങളുടെ ആ ലെവൽ ഒരേപോലെ വന്നു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയാണ് അവർ പറയുക. അപ്പം ഇവര് പറയുന്നതിനെ ഈ രീതിയിൽ നമ്മൾ പറയും, എന്താണ്, പുണ്യപാപങ്ങൾ ഒരേപോലെ വരുമ്പോൾ മനുഷ്യജന്മം പുണ്യം കൂടുതലാണെങ്കിൽ ഊർധ്വയോനികള്, പുണ്യം കുറവാണെങ്കിൽ അല്ലെങ്കിൽ പാപം കൂടുതലാണെങ്കിൽ അധോയോനികൾ. അപ്പം ഇതിനെ ഇപ്പം പുനർജന്മമോ അല്ലെങ്കിൽ അത് കണക്കത്തെ കാര്യത്തിനെയൊക്കെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ചില ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ ആചാര്യന്മാര് ചിലപ്പോൾ പറയാറുണ്ട്. ഞാൻ സാധാരണ പറയുന്ന ഒരു ഉദാഹരണം മറ്റേ ക്ലിന്റിന്റെ കഥയാണ്. ക്ലിന്റ് പയ്യനില്ലേ, 6 വയസ്സിലെങ്ങാണ്ടോ മരിച്ചു പോയ കുട്ടി, വരയ്ക്കുന്ന കുട്ടി. അപ്പൊ ആ കുട്ടി എങ്ങനെയാണ്, അതെ ആ കുട്ടി ഇതേവരെ കാണാത്ത തൃശ്ശൂർ പൂരത്തിനെയും ഇതേവരെ കാണാത്ത മുച്ചിലോട്ട് ഭഗവതിയെയും എങ്ങനെ പടം വരച്ചു എന്നൊന്നും ചോദിക്കരുത്. സത്യമായിട്ട് നമുക്ക് ഇതില്ല. പക്ഷെ ആചാര്യന്മാര് പറയുന്നത് എന്താണ്, നമ്മുടെ കർമ്മവും അതേപോലെ തന്നെ സഞ്ചിത കർമ്മത്തിൽ നിന്ന് ഫ്രക്ടിഫൈ ചെയ്ത് വരുന്ന ഫ്രക്ടിഫൈ ചെയ്ത് വരുന്ന കർമ്മമാണ് നമുക്ക് ഈ ഒരു ജന്മം നൽകുന്നതെന്നാണ് അവർ പറയുക. ഓക്കെ. തത്വബോധം എന്ന് പറയുന്ന കൃതി കണ്ടമ്മേ. അതേപോലെ തന്നെ സാധന ആ ജീൻസിൽ അടങ്ങിയിരിക്കുന്ന ജീൻസ് ഇടുന്നതിൽ വ്യത്യാസമാണ്.
അവര് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആള് വ്യക്തി പോയില്ലേ, പിന്നെ അവരുടെ ജീവയാണ്, ജീവമുണ്ട്. ഈ സുധീർ ചൈതന്യ എന്ന് പറയുന്ന ശരീരമാണ് ഇവിടെ പോകുന്നത്. നമ്മുടെ സൂക്ഷ്മ ശരീരം ട്രാവൽ ചെയ്യുന്നുണ്ട് എന്നാണ് പഠിക്കാൻ റെഫറൻസ് ചെയ്യാൻ തരാം. തത്വബോധം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. ഓക്കെ, ശങ്കരാചാര്യ സ്വാമികൾ എഴുതിയ കൃതിയാണ് തത്വബോധം അല്ലെ. തത്വബോധം. അപ്പൊ ഈ കൃതിയില് ഈ കാര്യങ്ങൾ, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കൃതിയാണ്. ഈ കൃതിയുടെ ഗുണം എന്താന്ന് വെച്ചാൽ ഇതില് വേദാന്തത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള വാക്കുകളെല്ലാം പരിചയപ്പെടുത്തുന്ന കൃതിയാണ്. എന്താണ് ആത്മാവ്, എന്താണ് സ്ഥൂല ശരീരം, എന്താണ് സൂക്ഷ്മ ശരീരം, എന്താണ് കാരണ ശരീരം, എന്താണ് പ്രാരബ്ധ കർമ്മം, എന്താണ് സഞ്ചിത കർമ്മം, എന്താണ് സത്ത്, ചിത്ത്, ആനന്ദം എന്താണ്, ഇങ്ങനെ നമ്മൾ സാധാരണ വേദാന്തത്തിലെല്ലാം പറയുന്ന എല്ലാ വാക്കുകളെയും ശങ്കരാചാര്യ സ്വാമികൾ പരിചയപ്പെടുത്തുന്നതാണ് ഈ കൃതി. തത്വബോധം എന്നാണ് ഈ കൃതി. ഈ കൃതിയില് എങ്ങനെയാണ് ഈ ജന്മം, അടുത്ത ജന്മം ഇത്യാദി കാര്യങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു സൂചനകളുണ്ട്. ഓക്കെ, അപ്പം ടെക്നിക്കലി വേദാന്തത്തിന്റെ ശാസ്ത്രത്തിൽ ഈ രീതിയിലാണ് അവർ പറയുന്നതാണ്. അപ്പം ഈ കൃതി പഠിച്ചു നോക്കുന്നത് നന്നായിരിക്കും. തത്വബോധം അല്ലെങ്കിൽ ആത്മബോധം, വേദാന്ത സാരി, ഇത് കണക്കത്തെ കൃതികൾ ഏതെങ്കിലും പഠിക്കുന്നത് നന്നായിരിക്കും. അതെ അതെ, ഈ കൃതികളിൽ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഗരുഡ പുരാണത്തിൽ കുറച്ച് ഭാഗങ്ങളില്ലേ, ഗരുഡ പുരാണത്തില് അതിലുണ്ട്. ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ വേദാന്തിക് രീതിയില് ഈ തത്വബോധത്തിലൊക്കെ ഈ കാര്യത്തിനെ പറ്റി പറയുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഗരുഡ പുരാണത്തിലും പല പുരാണങ്ങളിലും മറ്റേ സ്വർഗനരകങ്ങളെ പറ്റിയിട്ടെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് വേദാന്തിക് രീതിയിലാണ്. വേദാന്തിക് രീതിയിൽ ഈ രീതിയിൽ പറയുന്നുണ്ട്. സമയമായ ഹരിയോ. അപ്പോ ഇന്ന് നമ്മുടെ ചാപ്റ്റർ 9 വിദ്യ രാജഗുഹ്യ യോഗത്തെ പറ്റി നമുക്ക് വളരെ ഫാസ്റ്റ് ആണെങ്കിലും വളരെ രസകരമായിട്ട് നമുക്ക് പറഞ്ഞു തന്ന സ്വാമിജിക്ക് നമ്മുടെ എല്ലാവരുടെ പേരിലും എൻ്റെ പേരിലും സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഹരിയും. അതേപോലെ ഇവിടെ സ്വാമിജി ഇൻട്രൊഡ്യൂസ് ചെയ്ത വാസുദേവൻ നാരായണനും, അതേപോലെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന സിന്ധു അക്കയ്ക്കും, അതുപോലെ ഇത് സെഷൻ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന സുനയൻ അക്കയ്ക്കും എല്ലാവർക്കും സമിതിയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ഇവിടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. നമുക്ക് ശാന്തി മന്ത്രം ചൊല്ലി നമുക്ക് എൻഡ് ചെയ്യാം. എല്ലാവർക്കും നേരെ ഇരിക്കാം. കൈകൾ നമസ്കാര സ്ഥിതി, കണ്ണുകളടയ്ക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.